ഈ കഴിഞ്ഞ മാസം ഒരു ബോറിംഗ് മാസമായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന പോലെയായിരുന്നു തിയേറ്ററും സിനിമകളൊക്കെ. കാരണം മേജർ റിലീസസ് ഒന്നും വന്നില്ല. ഒരു കാരണം പിള്ളേർക്കൊക്കെ പരീക്ഷയാണ്, രണ്ടാമത് നോമ്പിൻ്റെ സമയത്തുകൊണ്ടാണ് തോന്നുന്നു ഈ കുറേ സിനിമകളൊന്നും റിലീസ് ചെയ്യണ്ടായിരുന്നില്ല. ഒരു കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല, ലിറ്ററലി സീറോ. അപ്പോൾ അങ്ങനത്തെ ഒരു മാസമായിരുന്നു കഴിഞ്ഞു പോയത്. അപ്പോൾ ഇനി വരുന്ന ഒരു മാസം ഉണ്ടല്ലോ, ജഗ മാസമാണ്. ഒരു ഊള കോമഡി ഉണ്ടല്ലോ, എന്താണത് മറ്റേ ലോൺ എടുത്ത് സിനിമ കാണേണ്ടി വരുമോ അതൊക്കെ ചോദിക്കില്ല, അതുപോലത്തെ ഒരു മാസമാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ OTTയിൽ കുറേ സീരീസുകളും ബാക്കിയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മാസം മുഴുവൻ കേട്ടോ. അപ്പം അങ്ങനെ ഒന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇനി വരാൻ പോകുന്നതാണ് ശരിയായൊരു സമയം. ഈ മാർച്ച് എൻഡിങ്ങും ഏപ്രിൽ സ്റ്റാർട്ടിങ്ങും. ഏപ്രിലിൽ ഒരു ലോഡ് സീരീസുകൾ വരുന്നുണ്ട്, അതുപോലെ ഏപ്രിലിൽ ഒരു ലോഡ് സിനിമകളുണ്ട്. അതുപോലെ കഴിഞ്ഞിട്ട് ഇപ്പം ഈ ആഴ്ച തുടക്കം തന്നെ, ഈ ഒരു സീസണിന് തുടക്കം തന്നെ ഒരു മേജർ 2 റിലീസുകളായിരുന്നു. ദുരന്തർ സെക്കൻഡ് പാർട്ടും ആടിൻ്റെ തേർഡ് പാർട്ടും. ഇതാണ് എനിക്കിഷ്ടപ്പെടാത്തത്, എല്ലാ സിനിമകളും കൂടി ഒരുമിച്ചിറക്കും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തമിഴ് സിനിമ എന്താ പറഞ്ഞിട്ട് യൂത്ത് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കൊള്ളാമെന്ന് ഞാൻ അങ്ങനെ ട്വിറ്ററിലും മറ്റേതൊക്കെ കണ്ടു, കൊള്ളാമെന്നൊക്കെ ആൾക്കാർ പറയുന്നത് കാണുന്നുണ്ട്. ഇതിനി കാണാൻ പോകുമ്പോണ്ടല്ലോ അടുത്ത ആഴ്ച വേറെ കുറേ റിലീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഇനി കാണാനേ പറ്റില്ല. തമിഴ് സിനിമ ആയതുകൊണ്ട് പിന്നെ ഈ ആഴ്ച അടുത്ത ആഴ്ച OTT വരും. പക്ഷെ എന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഈ സീസൺ കിട്ടണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ സീസൺ നോക്കിയിരിക്കും. അത് ഇറക്കുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ കൂടെ അടുത്ത പുതിയ സിനിമ വരുമ്പോൾ ഇവർക്ക് ആ ഒരു സ്ലോട്ടും കൂടി കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ഒരുപാട് സംസാരിക്കാനുണ്ട്. റിവ്യൂസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ന്യൂസ് ഈ ആഴ്ച സംഭവിച്ചാണെങ്കിൽ കിഡില്ല 2 ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്യൂണിൻ്റെ തേർഡ് പാർട്ടിൻ്റെ ട്രെയിലറും പിന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂ ഡേൻ്റെ ട്രെയിലറും റെക്കോർഡ് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് GTA 5 ട്രെയിലറിനായിരുന്നു ഇതിന് മുന്നേ റെക്കോർഡ്. ആ റെക്കോർഡ് വെട്ടിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ 24 മണിക്കൂറിലെ ആൾക്കാർ കണ്ട ട്രെയിലറായി എന്നാണ് പറയുന്നത് സ്പൈഡർമാൻ്റെ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടോ, ഈസ്റ്റർ എഗ്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഡ്യൂണിൻ്റെ ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. സോ വൈ വേസ്റ്റ് ടൈം, ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യം തന്നെ എടുക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ദുരന്തർ ഫസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവും ചെയ്തിട്ടുണ്ടായിരുന്നു. ദുരന്തർ 1 എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഇപ്പം ദുരന്തർ സെക്കൻഡ് ഇറങ്ങിയല്ലോ, അപ്പോഴും എനിക്ക് തെറി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിനക്ക് വല്ല നീ പോയി സിനിമ എടുക്കണം എന്താവരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറികളാണ് ഇപ്പോഴും ആ ഒരു വീഡിയോൻ്റെ അടിയിൽ. പക്ഷെ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ദുരന്തർ ഫസ്റ്റ് വാസ് സോ ഗുഡ് ടിൽ ദാറ്റ് ക്ലൈമാക്സ് പോർഷൻ. എനിക്കത് ഇത്രയും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമ എടുത്തിട്ട് അവസാനം ഇതെന്താണ് എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, പൊളി എന്ന് പറഞ്ഞാൽ പൊളി. അത് കുറച്ച് സംസാരിക്കാറുണ്ട്. നമുക്ക് ആദ്യം സിനിമൻ്റെ ഒരു റിവ്യൂ നോക്കാം. അധികം സംഭവങ്ങളൊന്നും പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്തത്. പിന്നെ നമുക്ക് കുറച്ച് പൊളിറ്റിക്സ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് റിയാലിറ്റിയും പൊളിറ്റിക്സും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ അതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമേൻ്റെ ആവശ്യം മാത്രം കേട്ടാൽ മതി, ബാക്കി നിങ്ങൾ സ്കിപ്പ് അടിച്ചോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സിനിമ എടുത്തു കഴിഞ്ഞാൽ, സിനിമ റിലീസ് ചെയ്തത് വ്യാഴാഴ്ചയായിരുന്നു. ബുധനാഴ്ച കുറേ പ്രീമിയർ ഷോസ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും അതിന് പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുറച്ച് തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. അപ്പം തന്നെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട്. ശോഭ എന്നാണോ തൃശ്ശൂരിലെ ശോഭ സിറ്റീൻ്റെ PVRലോ ഏതൊക്കെയോ കുറേ സ്ഥലത്ത് ഷോസൊക്കെ ക്യാൻസൽ ചെയ്യണു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ അതിൻ്റെ ഒരു റീസൺ വരുന്നത്. അതായത് നമ്മുടെ സെൻസർ ബോർഡുകാർ ഫുള്ള് വീണ്ടും ലാസ്റ്റ് മിനിറ്റോടെ ചേഞ്ചസ് പറഞ്ഞു എന്നും, ആ ചേഞ്ചസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ആണ് ഈ പ്രീമിയർ ഷോസ് റിലീസ് ദിവസത്തിൻ്റെ തലേദിവസം രാത്രിയുള്ള ഷോസൊക്കെ ക്യാൻസൽ ആയത്, അല്ലെങ്കിൽ അത് ഡ്യൂറേഷൻ കുറച്ച് ലേറ്റ് ആയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ സെൻസർ ബോർഡുകാരുടെ ഒരു അവസ്ഥയും, ഇവർ മറ്റേ വേറെ പൊളിറ്റിക്കൽ പാർട്ടിൻ്റെയും സമ്മതിക്കില്ല, നമ്മളെ BJPക്കാരുടെയും സമ്മതിക്കില്ല, ഒരു പാർട്ടിക്കാരുടെയും സമ്മതിക്കില്ല. ഇതിൽ പിന്നെ പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിൽ ആ തെറി പറയുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ. അതായത് അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക,
അവരൊക്കെ അങ്ങനത്തെ ഒരു റോ മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യന്മാരാണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവമല്ല ഈ തെറിപറിച്ചിൽ. ആ മദർ ചോത്തും ബാക്കിയുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് മുഴുവൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബോസ് DK, മദർ ചോത്ത്, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ. അതാണെങ്കിൽ ഇതിൽ മുഴുവൻ ആ സഞ്ജു ബാബ വായി തുറന്ന് അത് മാത്രമേ ഉള്ളൂ, അതിന് മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ക്രൂഷ്യൽ സമയത്താണ് പറയുന്നത്. അതൊരു മാതിരി ഈ സെൻസർ ബോർഡുകാരുടെ ഒരു കാര്യം. അപ്പോൾ അവരാണ് ഇതിന് കാരണക്കാർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും തെറി വിളിക്കുകയാണെങ്കിൽ സെൻസർ ബോർഡുകാരനെ തെറി വിളിച്ചോ, ഒരു കുഴപ്പമില്ല, ഞാനും എൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാൻ രാവിലെ സിനിമ കാണാൻ പോയി. തമിഴാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഹിന്ദി അറിയാം, എന്നാലും ഹിന്ദി കാണുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തമിഴ് കാണാൻ പോയത്. പോകുമ്പോഴാണ് അവിടെ പോയി നോക്കുമ്പോഴാണ് തമിഴ് വന്നിട്ടില്ല. അതും ഈ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അതായത് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് വന്നതിന് ഇപ്പോൾ ഓരോ ലാംഗ്വേജിലും എനിക്ക് തോന്നുന്നു സെൻസർ ചെയ്ത് എടുക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിയില്ല. പക്ഷേ തമിഴില്ല, തമിഴ് 2-3 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാണ് ആ തിയേറ്ററുകാർ പറഞ്ഞ്. നിങ്ങൾ ഏത് ഭാഷയിലാണ് കണ്ട്, ഹിന്ദിയിലാണോ തമിഴിലാണോ എന്ന് പറഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യും. ഏറ്റവും അടിപൊളി ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് കിടിലായി തോന്നിയത് സബ് ടൈറ്റിലുണ്ട്. ആ ദുരന്തർ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ സബ് ടൈറ്റിലും ഇല്ല, ഒരു കോപ്പ് ഉണ്ടായിരുന്നില്ല. കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ഇവരാണെങ്കിൽ ആ പാകിസ്ഥാനിലെത്തിയതിന് ശേഷം അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വേറെ ഏതോ ഒരു ഹിന്ദി പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. കാര്യം എനിക്കത് മുഴുവൻ നിന്നും ഫസ്റ്റ് വാച്ചിൽ മനസ്സിലായിട്ടുണ്ട്. സെക്കൻഡ് വാച്ചിൽ പിന്നെ നമ്മൾ OTTയിലൊക്കെ കണ്ടപ്പോഴാണ് കൂടുതൽ കാര്യങ്ങളും കുറച്ച് മിസ്സായ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതായിരുന്നു ഫസ്റ്റ് ഒരു കിടിലായിട്ട് തോന്നിയത്. രണ്ടാമത് ഈ ആദിത്യധറുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഒരു കാര്യം കുറേ ഡയറക്ടർമാർ കണ്ടുപിടിക്കണം. മെയിനായിട്ട് ആ പ്രശാന്ത് നീൽ, പിന്നെ ഈ പാർട്ട് 1 പാർട്ട് 2 എടുക്കണ പിന്നെ ആരാണ്, രാജമൗലി. പിന്നെ ആ പുള്ളിയാണല്ലോ തുടങ്ങി വെച്ചത്, പുള്ളീനെ ഇതിലേക്ക് വലിച്ച് ഇടണ്ട, പുള്ളി അവിടെ നിൽക്കട്ടെ. ഈ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് എടുക്കണ കുറേ ഡയറക്ടർമാരില്ല, ഇവരൊക്കെ ഇത് കണ്ടുപിടിക്കണം. അതായത് നിങ്ങളൊരു സിനിമ എടുത്തു, എന്നിട്ട് അത് വലിയൊരു സിനിമയാണ്, അപ്പോൾ നിങ്ങൾക്കതിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കട്ട് ചെയ്താൽ അതിൻ്റെ ഒരു ഇത് പോവും, ഇമ്പാക്റ്റ് പോവും, ഒരു വിചാരിച്ച പോലെ ഓഡിയൻസിലേക്ക് എത്തില്ല എന്ന് തോന്നുമ്പോഴാണ് പാർട്ട് 1 കട്ട് ചെയ്തിട്ട് പാർട്ട് 2 ആക്കുന്നത്. അല്ലാണ്ട് ഒരു ചെറിയ കഥ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ക്ലൈമാക്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, ക്ലൈമാക്സ് നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു മെനയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇനി പാർട്ട് 2ക്ക് വിടുക, ഈ ഒന്നാമത്തെ ഹിറ്റായി കഴിഞ്ഞാൽ വേണമെങ്കിൽ പാർട്ട് 2 ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ലേസി റൈറ്റിങ്ങിൻ്റെ ഒരു പരിപാടിയുണ്ട്. ഓക്കെ, ഒരു ക്ലൈമാക്സ് കിട്ടാണ്ട് വരുമ്പോൾ എന്നാൽ പാർട്ട് 1 ഇനി പാർട്ട് 2 വരും, എപ്പോൾ വരും എന്നറിയില്ല. ലോകേഷ് എന്ത് പറഞ്ഞാലും അത് അടുത്ത പാർട്ടിൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉള്ള എക്സ്ക്യൂസ് പറയുന്നവരൊക്കെ ഈ ആദിത്യധറിനെ കണ്ടുപിടിക്കണം. പുള്ളി ഓൾറെഡി ഒരു സിനിമ മുഴുവൻ എടുത്തു. ഓക്കെ, 7 മണിക്കൂർ എന്തോ ഫൂട്ടേജ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ദുരന്തർ ഫസ്റ്റിൻ്റെ സമയത്ത് വന്നൊരു വാർത്തയാണ്, 7 മണിക്കൂർ ഫൂട്ടേജ് ഉണ്ട്. അപ്പോൾ ഇവർ ഫുൾ കട്ട് ചെയ്ത് ഒരു പാർട്ടാക്കാൻ നോക്കിയപ്പോൾ അത് ഒരു ഇതാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു പാർട്ട് 1 സെക്കൻഡ് ആക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വേണം ചെയ്യാൻ. ഇതിപ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും പാർട്ട് 1 എന്ത് നടന്നതെന്ന് ഓർമ്മയുണ്ട്. നമുക്ക് പാർട്ട് 2 എത്തുമ്പോൾ ആ ക്യാരക്ടേഴ്സൊക്കെ അത്യാവശ്യം ഇയാളോ മറ്റേ ആൾ ഇത് മറ്റേ ഇയാൾ അതിൽ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരിക. ഇത് സലാറിലെ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല, അതിൽ എന്തൊക്കെയോ പേരുകളുണ്ട്. അവരിനെ ഇത് ചെയ്തു, എനിക്ക് ഓർമ്മയില്ല. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കണ്ടോയെന്നേ അറിയില്ല. എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് പാർട്ട് ഈ 5 കൊല്ലം മുന്നേ ഇറങ്ങിയ ഫസ്റ്റ് പാർട്ടിനെ നമ്മളിതൊക്കെ ഇത് അങ്ങനെ ഇങ്ങനെ. ഹൗ സ്റ്റുപ്പിഡ് ഈസ് ദാറ്റ്? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കണം, ഈ കൊല്ലം ഇറക്കിയിട്ട് അടുത്ത കൊല്ലം ഇറക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഓൾറെഡി എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കുറച്ച് റീഷൂട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെറേറ്റീവ് കുറച്ചും കൂടി ആഡ് ചെയ്യണമെന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3-4 മാസം ഉണ്ടെങ്കിൽ അതിനും സമയമുണ്ടല്ലോ. പ്രൊഡ്യൂസർ അടുത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡിമാൻഡ് ചെയ്യുക. ഇത് ഒരുമാതിരി ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് എഴുതി വെച്ചിട്ട് ഒരു കഥ മുഴുവനാക്കാൻ പറ്റാണ്ട് ഇത് പാർട്ട് 1 ഇനി പാർട്ട് 2 ഇത് ഹിറ്റാക്കൂ നിങ്ങൾ, എന്നിട്ട് ഞങ്ങൾ പാർട്ട് 2 what the fuck?
ഇതൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും. ഓക്കെ, ഈ അനാവശ്യമായിട്ടുള്ള പാർട്ട് 1, 2 അതിൽ പൊളിച്ചു. ഒരു 3 മാസം ഗ്യാപ്പ്, അതിൽ നമുക്ക് അങ്ങോട്ട് എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോഴും ഓർമ്മയുണ്ട്. പാർട്ട് 1 അവരെന്താ ചെയ്തതെന്ന്. അതുകൊണ്ട് നമുക്ക് ആ കണക്ഷൻ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്ന സാധനമൊന്നും വെറുതെ പറയുന്നില്ല. ടെക്നിക്കലായാലും സൗണ്ട് ട്രാക്ക് ആയാലും, സൗണ്ട് ട്രാക്ക് ഒരു സ്ഥലത്ത് മാത്രം ആ ഒരു ദീദി പാട്ട് വെച്ചില്ലേ, അത് പാട്ട് എങ്ങടോ പോകുന്നു. ഇത് അതായത് മറ്റേ ഇവരുടെ ഫസ്റ്റ് ഒരു പാട്ടുണ്ടായിരുന്നില്ല, മറ്റേ അക്ഷയ്ക്ക് തന്നെ ഡാൻസ് കളിക്കുന്ന പാട്ട്, അതുപോലെ ആക്കാൻ നോക്കിയാന്ന് തോന്നുന്നു. ആ ഒരു ദീദി പാട്ട് അങ്ങോട്ട് സിങ്ക് ആവാത്ത പോലെ ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ഒരു പാട്ടാക്കായിരുന്നു. നൈസൊരു മൊമെൻ്റ് ആയിരുന്നു അതിൽ. കാരണം അത് വൈറലായി, ഇപ്പോൾ ഇതും വൈറലാവും എന്നുള്ള രീതിയിലായിരുന്നു. ഇത് അതീതി 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 അത് എന്തൊരു പാട്ട്, അത് എന്തൊരു സുഖമായി തോന്നിയില്ല. ബാക്കി സൗണ്ട് ട്രാക്കൊക്കെ ഓഫ് കോഴ്സ് അറിയാമല്ല. ടോക്കനൊക്കെ പാടിയിട്ടുണ്ട്. ആ ടോക്കൻ എന്ന് പറഞ്ഞ റാപ്പറില്ലേ, പുള്ളിക്കാരനാണ് ആ മറ്റേ ഒരു ശ്വാസം വിടാണ്ട് പാടിയത്. ഞാനിത് ഫസ്റ്റ് കേട്ടപ്പോൾ ആരടാ അപ്പം അത് ഇങ്ങനെയൊക്കെ പാട്ട് പാടുന്നത്, ഈ ഇന്ത്യക്കാരനായിരിക്കുമോ എന്ന് വിചാരിച്ചു. ഇന്ത്യക്കാർ ഇങ്ങനെയൊക്കെ റാപ്പ് ചെയ്യുമോ എന്ന് വിചാരിച്ചു. അല്ല, ടോക്കനാണിത്. നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നൊരുത്തരാണ്. പക്ഷെ എനിക്കൊരു സൗണ്ട് കേട്ടോ മനസ്സിലായി. ഞാൻ പുള്ളിക്കാരൻ വിചാരിക്കില്ലല്ലോ ഇയാളൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് പുതിയത്. ശരിയായൊരു സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ നൈസ്. ആ ഫസ്റ്റിൽ ഹനുമാൻ കൈൻഡ് ആയിരുന്നു, പൊളിയായിരുന്നു. ഇതിലിപ്പോൾ ടോക്കൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ കുറേ റാപ്പും ലാസ്റ്റ് റാപ്പും പിന്നെ റസ്പുട്ടീൻ്റെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നൈസാണ്. ഓക്കെ, ദീദി മാത്രം അങ്ങോട്ട് നൈസായില്ല. പിന്നെ കഥ വയസ്സ് 3.25 മണിക്കൂറുണ്ട്. നിങ്ങൾ ആരെങ്കിലും തിയേറ്ററിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് ഷോയ്ക്ക് പോവാതിരിക്കുക. സെക്കൻഡ് ഷോയ്ക്ക് പോവുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വയ്യാണ്ട് ക്ഷീണം, ഇപ്പോൾ രാവിലെ തൊട്ട് ഓടി എന്താ പറയുക, കുറേ മോളിലൊക്കെ പോയി നടന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വയ്യാണ്ട് ക്ഷീണിച്ചിട്ടൊക്കെ ഈ സിനിമയ്ക്ക് പോകാണ്ടിരിക്കും. കാരണം ഈ സിനിമ നല്ലോണമുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ലെങ്തി മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വിയേർഡ് സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. കാരണം നമ്മൾ ഈ സീരീസുകളൊക്കെ സ്ഥിരമായി കാണുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു കണക്ഷൻ കൂടുതൽ സ്ക്രീൻ ടൈം കാണുമ്പോൾ അവരുടെ അടുത്ത് ആ കൂടുതൽ കണക്ഷൻ ആവില്ല ചെയ്യാം നമുക്ക്. ഇയാൾ ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു എന്നുള്ള സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണിച്ച് നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നല്ലൊരു ഒരു ഹാഫ് മന്തിയൊക്കെ അടിച്ച് നിങ്ങൾ സിനിമയ്ക്ക് പോയിക്കാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും ഫുൾ ടൈം ഓണായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു സംഭവം ഇട്ടിട്ടാണ് ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ ബോറടിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലങ്ങനെ റൊമാൻറ്റിക് സംഭവങ്ങളില്ല. ഫസ്റ്റിൽ ആ റൊമാൻറ്റിക് സാർ അർജുൻ്റെ റൊമാൻറ്റിക് ഒരു ട്രാക്കൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് പ്രെറ്റി ബോറിങ്. ഇതിൽ എനിക്ക് ബോറടിച്ചില്ല. കുറേ പേര് പറയുന്നത് അറിയില്ല, എനിക്കങ്ങനെ ബോറടിച്ചില്ല. കുറേ പേര് ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ലാഗ് പോലെ ഉണ്ട് എന്ന്. ഏതാണ് ലാഗ്? അങ്ങനെ ഒരു സംഭവമില്ല. കുറച്ച് സ്ലോ മോഷൻ സീൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് എല്ലാ ആക്ഷനായാലും എന്തായാലും പൊളിയായിരുന്നു. ടെക്നിക്കൽ സൈഡ് പൊളി. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് കിട്ടുന്നത് ആ യാരി പാട്ടില്ലേ, ഫസ്റ്റ് സീനുണ്ട് മോനെ. അതായത് രൺവീറിൻ്റെ പാസ്റ്റ് കാണിക്കുന്ന ഒരു സീനാണ്. ആ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഈ ദുരന്തരുടെ സംഭവം തന്നെ വെച്ച് കഴിഞ്ഞാൽ ചോര വെച്ചിട്ട്, അല്ല ചോരയില്ല, അതായത് ഇപ്പോൾ ഒരാളുടെ വേണമെങ്കിൽ ഒരടിക്ക് കൊല്ലാം, അങ്ങനെ കൊല്ലാൻ പാടില്ല. അടിച്ച് വരെ ചോര മുഖത്തേക്ക് തെറിക്കുമ്പോഴേ നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ വേണം കൊല്ലാൻ. ആ ഒരു പരിപാടി ദുരന്തർ ഫസ്റ്റിൽ അക്ഷയ്ക്കാൻ്റെ മറ്റേ വെയിറ്റില്ലേ, വെയിറ്റ് നോക്കുന്ന സാധനം, മറ്റേ പച്ചക്കറി കടിയിലൊക്കെ ഉണ്ടാവില്ല, അത് ആ വെയിറ്റ് കട്ട വെച്ചിട്ടാണ് ഇടിച്ചിടിച്ച് കൊടുത്താണ് കൊല്ലുന്നത്. ഇതിൽ തലവെട്ടി ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനത്തെ വൈൽഡ് സീനുണ്ട് ദുരന്തങ്ങൾ എപ്പോഴും. ഫസ്റ്റാണ് ആ ഒരു സംഭവം, ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞു യാരി പാട്ടിൻ്റെ വെച്ചിട്ടുള്ള ആ ഒരു മിഷൻ പോലത്തെ പരിപാടി. അതിലുണ്ടല്ലോ, അതിൽ കുറച്ച് സീനുണ്ട്. മറ്റേ
കുറേ ആൾക്കാർ ഇങ്ങനെ അടിച്ചടിച്ച് കൊല്ലുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തിയേറ്ററിലൊക്കെ മറ്റേ ഫുൾ ആവേശമായിരുന്നു. അവിടെ തുടങ്ങിയ ആവേശം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് കുറേ പീക്ക് മൊമെൻറ്റ്സ് ഉണ്ട്. ലാസ്റ്റ് ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. നൈസാണ്. പിന്നെ കുറേ അറിയുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിം അങ്ങനത്തെ കുറേ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ഇറ്റ് വാസ് ഫൺ. ഐ ഹാഡ് ഫൺ. സോ ഞാൻ ഇത്രയും നല്ലൊരു ഹിന്ദി സിനിമ അവസാനം കണ്ടത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സത്യമായിട്ട് ഓർമ്മയില്ല. എപ്പോഴാണ് ഇങ്ങനൊരു സിനിമ, ഇത്രയൊരു ആക്ഷൻ പാക്ഡ് സിനിമ, കിടിലൻ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഈ വാറും വാർട്ടൊന്നും എനിക്കിഷ്ടമായിട്ടൊന്നുമില്ല. ഈ യശ്രാജിൻ്റെ ഒരു സിനിമ എനിക്കിഷ്ടമല്ല. ഒരുമാതിരി മറ്റേ ബിക്കിനി നായിക വരും, അത് ഇത് പിന്നെ റൊമാൻറ്റിക് ഒരു പാട്ട്, മറ്റേ ഡാൻസ്. ഐ ഹേറ്റ് ദാറ്റ് ഫോർമാറ്റ് ആക്ച്വലി. ദാറ്റ് ബോളിവുഡ് ഫോർമാറ്റ് ഉണ്ടല്ലോ, എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരുപാട് ഹിന്ദി സിനിമ ഒന്നും കാണാറില്ല. എനിക്കിഷ്ടമല്ലത്. പക്ഷേ ഇത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ മൂവി. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു പ്രോപ്പർ ഒരു ഇന്ത്യൻ സിനിമ, ഒരു ആക്ഷൻ പാക്ഡ് ഇന്ത്യൻ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാച്ച് ദിസ് എന്നിട്ട് ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കാം. അങ്ങനത്തെ ഒരു സാധനം, ശരിയായ സാധനം. ഓക്കെ, ദാറ്റ് ഈസ് ദ സിനിമ പാർട്ട്. ഓക്കെ, അപ്പോൾ ആദിത്യ ധറിന് പണി അറിയാം, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആദിത്യ ധറിൻ്റെ ഫസ്റ്റ് സിനിമ ഉറി, അതിന് ശേഷമാണ് ഇത് വന്നത്. രൺവീർ സിംഗ് ആയാലും അഭിനയിച്ച എല്ലാവരും ആരെപ്പോഴും മോശം ആരുമില്ല. ഇതിലും സാറാ അർജുനും ഒരുപാട് സീനിലും ഇല്ല, ഉള്ള സീനിൽ നൈസായിട്ടുണ്ട്. നൈസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ ഒരു കുറ്റമുണ്ടല്ലോ, അതായത് സെറ്റപ്പ് ആൻഡ് പേ ഓഫ് ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ക്ലൈമാക്സിൽ എന്തെങ്കിലും ഒരു സംഭവം, നായകൻ്റെ ഒരു ബുദ്ധി ഉപയോഗിക്കുന്നൊരു കാര്യം. ഈ സ്പൈ മൂവീസ് എങ്ങനെയാണ്, ആദ്യം ഒരു നായക ഒരു സ്പൈ ആയിരിക്കും, പിന്നെ അവിടെ നുഴഞ്ഞു കയറും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ ആ ഒരു എക്സിറ്റ് ഉണ്ടല്ലോ നായകൻ്റെ, അതെങ്ങനെയായിരിക്കും, എന്തെങ്കിലും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യും. കാരണം നായകൻ ബ്രില്യൻ്റ് ആണെന്ന് സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇവരൊക്കെ ഉറങ്ങും, 3 പേര് കാറിൽ ഉറങ്ങും എന്ന് വിചാരിച്ചിട്ട് കാറിൻ്റെ സീറ്റിൻ്റെ അടിയിൽ ഒരു ലോഡ് തോക്കും പോകുമ്പോണ്ട്, അതൊന്നും എടുക്കാൻ വയ്യ, തിരി ഒന്നിങ്ങനെ ചന്തി പൊക്കി എടുക്കാൻ വയ്യ, എന്നിട്ട് ഒരു ഉന്തും തള്ളും കാറിൻ്റെ ഉള്ളിൽ. അതൊരു 10-15 മിനിറ്റ്, ഒരു 15 ഒരു 10 മിനിറ്റ് ഒരു തോക്കെടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ അത്രയും സ്റ്റുപ്പിഡ് പ്ലാനായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ വ്യത്യാസം കണ്ട ആ പ്ലാന് പറയുന്നില്ല, പക്ഷേ ആ അത് കണ്ടവർക്ക് അറിയാം, ആ പ്ലാൻ മനസ്സിലായ ഇതാണ് വ്യത്യാസം. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കാത്ത കുറവന്മാർ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഐ ഡോണ്ട് കെയർ, ബട്ട് പറഞ്ഞു എന്നുള്ളൂ. ബ്രില്യൻ പ്ലാനായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് ആയാലും സാറ്റിസ്ഫാക്ഷൻ തരുന്നു. ഒരു ക്ലൈമാക്സ് കഴിഞ്ഞു, ജഗബോഗ ക്ലൈമാക്സ് കഴിഞ്ഞു, മറ്റേ പടക്കം പൊട്ടിക്കലും ബോംബ് പൊട്ടിക്കലും ക്ലൈമാക്സ് കഴിഞ്ഞു, പിന്നെ ഒരു ട്വിസ്റ്റ് ക്ലൈമാക്സ്, പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു എൻഡിങ്. അങ്ങനെ മൊത്തത്തിലൊരു അങ്ങനത്തെ ഒരു എൻഡിങ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷൻ പോലത്തെ ഒരു സംഭവം പേരെഴുതി കാണിക്കുമ്പോൾ. സോ എവറിത്തിങ് വാസ് നൈസ്. ഒരു എൻഡിങ്ങിൽ ഇപ്പോൾ ഇത് വേറൊരു ഹിന്ദി സിനിമയാണ് എന്തായിരിക്കും, വെറുതെ പോകാൻ മറ്റേ ബോംബ് വേറെ തീ അങ്ങനെ ഇങ്ങനെയൊക്കെ വിട്ട് അവസാനം നായകൻ ജയിച്ചു മറ്റേ ടാറ്റ എന്നിട്ട് പോകും. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു സർക്കിൾ അവിടെ ഫോം ചെയ്തു. ലാസ്റ്റ് നമ്മുടെ കാസ്റ്റവേയിൽ ഒരു സീനുണ്ട് ഈ എൻഡിങ്ങിൽ, അതായത് നായകൻ തീരുമാനിക്കുക ഇനി എന്ത് ചെയ്യും, ഇനി എന്താ ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് ഇനി എങ്ങോട്ട് പോവും, ഇനി എന്തായിരിക്കും നമ്മുടെ ഒരു പാത്ത് എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമുണ്ട് കാസ്റ്റവേ സിനിമയിൽ. അപ്പോൾ അതുപോലത്തെ ഒരു സീനുണ്ട്. ലൈക്ക് നായകൻ ഫാമിലി ചൂസ് ചെയ്യണോ അതോ ഫാമിലി ഈസ് ഹാപ്പി വിത്തൗട്ട് മീ എന്ന് പറഞ്ഞിട്ട് റിയലൈസ് ചെയ്യുന്നൊരു സീനുണ്ട്. ഇറ്റ് വാസ് റിയലി ടച്ചിങ്. അത് നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടില്ലേ, അല്ലാണ്ട് വെറുതെ ജഗപോക മാത്രമല്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതാണ് പറയുന്നത്, അത് എല്ലാവരിനെയും കറക്റ്റായിട്ട് അവർ കേറ്റർ ചെയ്തിട്ട് ക്ലൈമാക്സ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ബ്രില്യൻ മൂവി, ഡബിൾ തംസ് അപ്പ് ഓക്കെ ഫോർ ദ മൂവി. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മാധവൻ വന്നിട്ട് പറയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് പോരാ, അതായത് 2014 മുന്നുള്ള ഗവൺമെൻറ് പോരാ, ഇനി ഒരു പുതിയൊരു ഗവൺമെൻറ് വരും, നാഷണലിസം ഉള്ള ഗവൺമെൻറ് വരും, എന്നിട്ട് വേണം
ഒരു പൊളിക്കുക എന്നതാണ് മാധവൻ പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ. അത് കുറച്ച് സട്ടിലായിട്ടാണ് പറയുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു മോദിജിൻ്റെ ഒരു ക്യാമിയോ ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ മിഷൻ മറ്റേ സംഭവമൊക്കെ ഉണ്ടല്ലോ, മറ്റേ മോദിനെ പോലെ ഉറിയിലല്ലേ മോദിനെ പോലെ ഒരാളുള്ളത്, അതുപോലെ ഒരാളുണ്ടാവും എന്ന് വന്നിട്ട് മിഷൻ അപ്രൂവ്ഡ് അങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതല്ല, ഇത് ആക്ച്വൽ മോദിജി തന്നെ വന്നിട്ട് രണ്ട് ക്യാമിയോ ഉണ്ട്. ഒന്ന് മറ്റേ ഡീമോണിറ്റൈസേഷൻ്റെ അനൗൺസ് ചെയ്യുന്ന മറ്റേ മിത്രം എന്ന് പറഞ്ഞിട്ട് ആ സാധനവും, പിന്നെ മറ്റേ 2014 ഇലക്ഷൻ ജയിക്കുന്ന ഒരു സംഭവം. ഓക്കെ, പൊളിറ്റിക്സ് ഈസ് എവിഡൻറ്റ്. ഇതിൽ കുറച്ചുകൂടെ നമുക്കിങ്ങനെ ഡീകോഡ് ഒന്നും ചെയ്യേണ്ട, അവർ തന്നെ അതാണ് ദിസ് ഈസ് മൈ പൊളിറ്റിക്സ് എന്ന് ആദ്യത്തെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എവരി മൂവി ഹാസ് ഇറ്റ്സ് ഓൺ പൊളിറ്റിക്സ് ആൻഡ് ഹാവ് ഇറ്റ്സ് ഓൺ പ്രൊപ്പഗൻഡ. എടുക്കുന്ന റൈറ്ററിൻ്റെയും അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെയും വിഷൻ അല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് ആയിരിക്കും ആ സിനിമയിൽ വരിക. സിമ്പിൾ. എല്ലാ സിനിമയും പ്രൊപ്പഗൻഡ തന്നെയാണ്. അത് ചില സിനിമ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചില സിനിമ ഇപ്പോൾ ദുരന്തർ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ഇതിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് തോന്നും. പക്ഷേ സെക്കൻഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇവരിത്തിരി BJP സപ്പോർട്ടിങ്, എന്താ പറയുക, BJP സപ്പോർട്ടിങ് ആണ് ഈ ഡയറക്ടർ. അത് നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ തന്നെ അറിയും അതൊരു തെറ്റാണ് എന്നല്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കണം. ഇപ്പം നമ്മളൊരു അമേരിക്കക്കാരുടെ ഒരു FBI അന്വേഷണം എടുക്കുന്ന സിനിമ, അപ്പോൾ അതിലവരെന്താ പറയുന്നത്, ഞങ്ങളുടെ FBI സൂപ്പറാണ് എന്നാണ് പറയുന്നത് അതിൽ. അതുപോലെ ഞങ്ങളുടെ ഗവൺമെൻറ് സൂപ്പറാണ്, ഞങ്ങൾ ഗവൺമെൻറ് FBIക്ക് ഇത്ര സഹായം ചെയ്യും, അപ്പോൾ മറ്റേ ഞങ്ങളുടെ FBI എല്ലാ കേസും തെളിയിക്കുന്നു പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഹോളിവുഡുകാർ എടുക്കുന്നത്. അതേ ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് സൂപ്പറാണ്, ഈ ഗവൺമെൻറ് സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഈ നമ്മുടെ മിലിറ്ററിയും ബാക്കിയുള്ള സംഭവങ്ങളിലൊക്കെ അടിപൊളിയാക്കിയിട്ട് നമ്മൾ കാണിക്കും. അപ്പോൾ അത് അവരെടുക്കുന്നു, ഇത് നമ്മളെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിനങ്ങനെ ഭയങ്കര പ്രശ്നമാക്കണ്ട. പ്രശ്നം ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ ഏതോ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് അപ്രൂവൽ കൊടുത്തു, ഇത് സെൻസർ ബോർഡ് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്രൂവൽ കൊടുത്തു. ഇതേപോലെ വേറൊരാളും ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിന് അപ്രൂവൽ കൊടുക്കില്ല. ഇഷ്ടം പോലെ കേസസ് ഉണ്ട്, ഇഷ്ടം പോലെ. ഒന്നാമത് നമ്മുടെ വിജയ് അണ്ണൻ്റെ കാര്യം, ഒരു സിനിമ അതും റീമേക്ക്, വേറെ മറ്റേ ബാലയ്യൻ്റെ സിനിമ, അതിനെ റീമേക്ക് ചെയ്തിട്ട് പുതിയ സിനിമ എടുക്കുമ്പോഴല്ലേ കഥ പുതിയതുള്ളൂ, അതിനെ റീമേക്ക് ചെയ്തിട്ട് അതുപോലും ഇറക്കാൻ പോലും വിടുന്നില്ല. പിന്നെ അത് ഇന്നലെ മറ്റേ സിനിമ ഉണ്ടല്ലോ, മറ്റേ പാലസ്തീൻകാരുടെ സിനിമ, എന്താണ് ആ കുട്ടിയുടെ വോയിസ് ഓഫ് ഹിൻഡ് റജാബ് എന്നോ അങ്ങനെ എന്തോ ഒരു സിനിമയുണ്ട്, അതിനെയും സെൻസർ ബോർഡുകാർ ബാൻ ചെയ്തു, നമ്മളിവിടെ തിയേറ്ററിൽ ഇറക്കാൻ പറ്റില്ല എന്നുണ്ട്. ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഓഫ് കോഴ്സ് എടുക്കട്ടെ, അതും എടുക്കട്ടെ. അല്ലാണ്ട് ഒരു സാധനം മാത്രം നമ്മൾ അപ്രൂവൽ കൊടുക്കുമ്പോൾ അതൊരു ശരിയായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സിനിമ എടുക്കട്ടെ, അവരും എടുക്കട്ടെ, ഇവരും എടുക്കട്ടെ. എല്ലാ സിനിമയും ആൾക്കാർക്ക് വേണമെന്നുള്ളവർ പോയി കണ്ടാൽ മതി, അല്ലേ? എമ്പുരാനിൽ തിരി ഒരു സംഭവം കാണിക്കുമ്പോഴേക്കും ഇപ്പം ഇതിലെങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ആദ്യത്തെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്, കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത്തീഖ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു MP ഉണ്ട്, സമാജ്വാദി പാർട്ടിൻ്റെ MP ആണ്, ഒരു തൊപ്പിയിട്ടൊരു ഗുണ്ടപ്പനായിട്ട ഒരാൾ. പുള്ളി തന്നെ പുള്ളിക്ക് ഇങ്ങനെ ഒരു ISI ബന്ധമുണ്ടെന്നും പാകിസ്ഥാനിലെ കുറച്ച് പേരായിട്ട് ബന്ധമുണ്ടെന്നും പുള്ളി തന്നെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് FIR എന്തൊക്കെ ഉണ്ട്, സംഭവമുള്ളതാണ്. ഓക്കെ, ഒരു ഇൻസിഡൻറ്റിനെ എടുത്തു. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ UP ഇലക്ഷനുമായിട്ട് അത് കണക്ട് ചെയ്തു. ഇയാൾ ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്, ഇയാളിനെ ഇല്ലാണ്ടാക്കണം, എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, ഒരു സിനാരിയോ ഉണ്ടാക്കി. ഇതന്നെയാണെന്ന് നമുക്ക് 100% ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നമുക്ക് മിലിറ്ററിക്കാരത്തോ അല്ലെങ്കിൽ പോലീസുകാരത്ത് ചോദിക്കാൻ പറ്റുമോ, ഇത് നിങ്ങൾ മറ്റേ
നിങ്ങളിത് കൊന്നതാണോ ഇയാളെ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പുള്ളി അതൊരു സിനാരിയോ ആയിട്ട് പുള്ളിയുടെ അതൊരു ഭാവനയിൽ ഉണ്ടാക്കിയെടുത്തു. ഉള്ളതാണ്, ഇയാൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, ഇയാളൊരു ക്രിമിനലാണ് എന്നും അതുള്ളതാണ്, മനസ്സിലായി. അപ്പോൾ ബാക്കി ഒരു സാധനം ഈ പുള്ളി എടുത്തു UP ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് 2016 എന്തോ സംഭവം, ആ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പുള്ളി അത് ചെയ്തത്. എന്നിട്ട് അയാളെ കൊല്ലുന്നുണ്ട്. അതും ഇതേപോലെ സെയിം സംഭവമാണ്. അത് ഈ ഫുട്ടേജ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇയാളിങ്ങനെ പോലീസ് നടന്നു പോകുമ്പോൾ ഇയാളെ കൊല്ലുന്നു. അതേപോലെ നിങ്ങൾ വേറെ ആളിനെ എടുത്ത ഈ സഹൂർ മിസ്ത്രി എന്ന് പറഞ്ഞൊരാളില്ലേ, പണ്ട് നമ്മുടെ കാണ്ഡഹാറിൽ ഹൈജാക്ക് ചെയ്ത് പോയ പ്ലെയിൻ്റെ, ആ ആളിനെയും ഇതേപോലെ അൺനോൺ മെൻ കൊന്നു എന്നാണ് പറയുന്നത്. അതേപോലെ ഇതിലിങ്ങനെ അൺനോൺ മെൻ കൊന്ന കുറേ ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ 2-3 പേരുടെ പേര് അപ്പം തന്നെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കി, എല്ലാം ഉള്ളതാണ്. ഈ സൗർ മിസ്ത്രീനെ അൺനോൺ മെൻ കൊന്നു എന്നാണ് പറയുന്നത്. അതേപോലെ പാകിസ്ഥാനിൽ ഫേക്ക് നോട്ട് അടിക്കുന്ന ഒരാളുണ്ട്, അയാളിന് ഇതേപോലെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ്, അങ്ങനെ എന്തൊക്കെയോ ന്യൂസ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം റിയൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ പുള്ളി ഇതിനെ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു സംഭവമാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാണ്. ഇതേപോലെ ഒരു സംഭവമല്ലേ എമ്പുരാൻ ഓൾറെഡി സെൻസർ ബോർഡ് നിങ്ങൾ സിനിമ കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് സിനിമനെ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിച്ചിട്ട് വീണ്ടും കുറേ കട്ട്സ് പറഞ്ഞിട്ട് മാറ്റിയില്ലേ? അവിടെയാണ് ആ ഒരു സംഭവം. ഓക്കെ, അവിടെയാണ് ഇത് ഒരു വൺ സൈഡഡ് ഒരു സംഭവമായി മാറുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇഷ്യൂ ആയിട്ട് കുറേ പേരെങ്കിലും പറയുന്നത്. നിങ്ങൾ എല്ലാ സിനിമയും അപ്രൂവ് ചെയ്തോ, അപ്പോൾ ആരും ഒന്നും പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ, ആ സിനിമ അതെന്താ അത് ഇവരുടെ പ്രൊപ്പഗൻഡയല്ലേ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ? ഇത്രേ ഉള്ളൂ. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എന്താണ് ഇതിനെക്കൂടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ നമ്മൾ ഈ അതോറിറ്റി ഉണ്ടാവില്ലേ, അതിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രിൻസിപ്പലായിരിക്കും, കോളേജിൽ പോകുമ്പോൾ HOD ആയിരിക്കും, പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ഈ പഞ്ചായത്ത്, ബ്ലോക്ക്, വാർഡ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അതോറിറ്റീനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ സൂപ്പർ പ്രിൻസിപ്പൽ അല്ലേ, ഏത് മനുഷ്യൻ. കോളേജിൽ പോകുമ്പോൾ HOD ഹായ് എന്ത് നല്ല HOD സൂപ്പർ, എല്ലാവർക്കും ഇങ്ങനെ ഒരു HOD ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് രസമാണല്ലേ ഈ ലോകം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരാൾക്കാർ. പിന്നെ മറ്റേ പൊളിറ്റിക്സ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കണ്ടോ ഒരു കുറ്റമുണ്ടോ അവരെ പറയാൻ, ഏതാ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതുപോലെ കേന്ദ്രം എടുത്താലും കേന്ദ്രത്തിൻ്റെ ഒരു സംഭവം കണ്ടോ എന്തോ, അങ്ങനെ പറയുന്ന ആൾക്കാരിനെയും അങ്ങനെ പറയുന്നതിനെയും എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മളിങ്ങനെ അതിനിപ്പോൾ എന്താ പറയുക, ബൂട്ട് ലിക്കിങ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് അതുകൊണ്ടല്ല, അത് എന്തോ ഒരു സമയം എനിക്കിങ്ങനെ ഒരു ക്രിഞ്ച് അടിക്കും. അതായത് നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ വിട്ട ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങൾ സൂപ്പർ, നിങ്ങൾ പൊള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കില്ലേ. ലൈക്ക് എല്ലാവർക്കും ഞങ്ങൾ ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, അവരിനൊന്നും ഒരുപാട് മൈൻഡ് ചെയ്യണ്ട, അവർ എന്ത് ചെയ്താലും അവരിങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അത് വരും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളെ ഭരിക്കാൻ വേണ്ടി വിട്ട, അതിപ്പോൾ എവിടെ വാർഡ് മെമ്പറാണെങ്കിൽ കൂടെ വി ഷുഡ് ക്രിട്ടിസൈസ്, അല്ലെങ്കിൽ വി ഷുഡ് പോയിൻ്റ് ഔട്ട് വാട്ട് ദേ ആർ നോട്ട് ഡൂയിങ്. നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, ഇതിൻ്റെ പ്രൂഫ് എവിടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ചിലവാക്കിയതിൻ്റെ കണക്ക് എവിടെ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് CAA കണ്ടപ്പോഴും മെക്സിക്കൻ അപാരത കണ്ടപ്പോഴും ഈ ദുരന്തർ കണ്ടപ്പോഴൊക്കെ എനിക്ക് ആ ഒരു ഫീലിംഗ് വന്നു. അതായത് നമ്മൾ ഓവറായിട്ട് ഒരു സംഭവത്തിനെ അടിപൊളി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആ ഉള്ള കാര്യം എനിക്ക് പറയാമല്ലോ.
അതിപ്പോൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടീനെ പൊക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സിനിമ ഉണ്ടോ, കോൺഗ്രസിനെ കുറ്റം പറയുന്ന സിനിമയാണ് മറ്റേ ലൂസിഫറും പറ്റിയതൊക്കെ. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ സിനിമ ഏതാ അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഏതെങ്കിലും സിനിമ നാളെ വന്നു കഴിഞ്ഞാൽ വരാൻ വിടില്ല, വന്നു കഴിഞ്ഞാൽ ഐ ഹേറ്റ് ദാറ്റ്. അതായത് ഭരിക്കുന്ന ആൾക്കാർ ഇതിനെ എപ്പോഴും നമ്മളൊരു ഒറ്റ ഇതിൽ നിർത്തണം. അല്ലാണ്ട് അവർ ഭയങ്കരന്മാരാണ്, അവർക്ക് ഫാൻസ്, ഞങ്ങളൊക്കെ അവരുടെ ഫാനാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ പ്രധാനമന്ത്രി, അങ്ങനെ പറയണവന്മാരില്ലേ, എനിക്ക് എനിക്ക് ആ പറയുന്നതിനോട് യോജിപ്പില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതൊരു വേറൊരു മൈൻഡ് സെറ്റാണ്. ഈ തമിഴ്നാട്ടിലെ കണ്ടിട്ടില്ലേ മറ്റേ സിനിമാക്കാരൻ്റെ മറ്റേ പാലഭിഷേകം, അവർ വെറുതെ നിൽക്കുക. അപ്പോൾ അതൊരു വേറൊരു മൈൻഡ് സെറ്റാണ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ എല്ലാ സിനിമകളും, ഇങ്ങനത്തെ ഈ വെളുപ്പിക്കലല്ല ആക്ച്വലി, എന്താ പറയുക, ഇതന്നെ ഈ പൊക്കി അടിക്കുന്ന സിനിമകളില്ലേ, അതിനോട് വലിയ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് സംഭവം. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഇതിൽ ചായ്വാല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിം അടക്കം ചായ്വാലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ചായ്വാല വന്നതിന് ശേഷം ഒരു സ്വസ്ഥതയില്ല എന്ന് ദാവൂദ് ഇബ്രാഹിം, കിടക്കപ്പായയിൽ വെച്ച് മരിക്കാറായി കിടക്കുന്ന ദാവൂദ് ഇബ്രാഹിം വരെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മറ്റേ പാകിസ്ഥാനിലെ ഏതോ ഈ മേജർ ഇക്ബാലിൻ്റെ ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പാർട്ടി വന്നില്ലേ 2014, നമ്മുടെ പാർട്ടി വരുന്നാണല്ലോ നീ പറഞ്ഞത്, വരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ NGO വഴി പൈസ ഇന്ത്യയിലുള്ള വേറെ കുറേ ഈ മീഡിയ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ കുറേ പേർക്ക് പാകിസ്ഥാൻ വഴി NGOകൾക്ക് ഫണ്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരള മെൻഷൻ ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഇല്ലേ, അതിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ കശ്മീർ, പിന്നെ പഞ്ചാബോ, അങ്ങനെ ഏതോ ഒരു 3 സ്റ്റേറ്റുകളെ കുറിച്ച് ഇവരുടെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും പറയുന്നുണ്ട്. എല്ലാം അതായത് ഇനി എനിക്ക് സിനിമ കാണപ്പോൾ ഇനി മോദിജി ചെയ്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി പുതിയതെന്തെങ്കിലും ചെയ്യണം, എന്നിട്ട് വേണം സിനിമ എടുക്കാൻ. അല്ലാണ്ട് ഉറി എടുത്തു ഓൾറെഡി. ഇപ്പോൾ ഉറി വരെയുള്ള എല്ലാ സാധനങ്ങളും കഴിഞ്ഞു. എവറിത്തിങ് ഫിനിഷ്ഡ്. ഡിമോണിറ്റൈസേഷൻ നൈസാക്കി. ഡിമോണിറ്റൈസേഷൻ്റെ കാര്യം പറയുന്നത് 60,000 കോടി രൂപ ഈ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് ആണ് നമ്മുടെ പൈസനെയൊക്കെ കട്ട് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് കൊണ്ട് സംഭവമൊന്നും നമുക്ക് അത് പുള്ളിയുടെ ഒരു സംഭവമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് ഓക്കെ ഈ പൈസ നിരോധിച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ, അത് 60,000 കോടി രൂപ വേസ്റ്റായി പോകും. അപ്പം നമുക്ക് ആ ഒരു ചെയിനും കൂടെ പിടിച്ചൂടെ. ഈ 60,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ട്രക്കായിട്ട് വരികയല്ലേ. അപ്പോൾ ഈ ട്രക്ക് ആയിട്ട് നേപ്പാളിൽ കൂടെ ഏതിൽ കൂടെ വേണമെങ്കിലും നമ്മുടെ ഇന്ത്യയിലേക്ക് വരാമെന്നുള്ളൊരു സ്ഥിതിയാണോ? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഉള്ള 500 രൂപേൻ്റെ അടിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ 2000-ൻ്റെ അടിച്ചുകൂടെ, അല്ലെങ്കിൽ 500-ൻ്റെ വേറെ അടിച്ചുകൂടെ എന്ന് എനിക്ക് തോന്നി. കാരണം ഇത്രയും പൈസ ഇന്ത്യയിലേക്ക് അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം കൂടെ അതും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യായിരുന്നു, അപ്പല്ലേ ഒരു ഇതാവുക. ഇതിപ്പോൾ ഈ 60,000 കോടി രൂപനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തു. ഞാനിതിനെക്കുറിച്ച് എൻ്റെ വേറൊരു ചാനലുണ്ട്, അതിൽ ഞാൻ ഒരു വലിയൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ദർ ആർ സം തിങ്സ്. ഡെലറു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഉണ്ട്, അത് ഫസ്റ്റ് പാർട്ടിൽ പറയുന്ന കാര്യമാണ്. ഡെലറു എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതിലേക്ക് ഈ നമ്മുടെ കള്ളപ്പണത്തിൻ്റെ സംഭവങ്ങളൊക്കെ എത്തിയെന്നും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. ദാറ്റ്സ് അനദർ ബിഗ് ടോപ്പിക്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിമോണിറ്റൈസേഷൻ എന്തിനാണ് ചെയ്തതെന്ന് അറിയുമോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ വേദിയിൽ കയറി പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ പോഡ്കാസ്റ്റിൽ പോയിട്ടോ, അല്ലെങ്കിൽ പോഡ്കാസ്റ്റിൽ പോയിട്ട് കാര്യമുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഈ കുറേ പത്രസമ്മേളനം നടത്തിയിട്ടോ ഒരു കാര്യമില്ല. ന്യൂസ് ചാനൽ വന്നിട്ട് മറ്റേ ചർച്ചയിൽ ഓരോ ആൾക്കാരെ വിട്ടിട്ട് ന്യായീകരിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീനോടാണ് പറയുന്നത്, ഹയർ സം അല്ലെങ്കിൽ ഫൈൻഡ് സം പീപ്പിൾ ലൈക്ക് ആദിത്യധർ
അത് ബ്രില്യൻറ്റ് ഫിലിം മേക്കർ ഒരാളെ സെലക്ട് ചെയ്തെടുക്കുക, പൈസ കൊടുത്തിട്ടോ എന്തെങ്കിലും എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടീനെ പൊക്കണ പോലെ ഒരു സിനിമ അങ്ങനെ എടുക്കുക. എവറിത്തിങ് വിൽ ബി ജസ്റ്റിഫൈഡ്. നിങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാം. അത് പുള്ളിക്കാരൻ ചെയ്തോളും, പുള്ളിക്കാരൻ ക്യാൻ ഡൂ ദാറ്റ്. അങ്ങനെ ഒരാളിനെ വേണേൽ എടുക്കാൻ, ഫിലിം മേക്കറിന്, കിഡില്ല ഒരാളിന്. പക്ഷേ സിനിമ ഇറക്കാൻ സെൻസർ ബോർഡ് വിടുമോ അത് വേറൊരു പ്രശ്നമാണ്. നിങ്ങൾ OTT ഇറക്കിയോ കുഴപ്പമില്ല, അല്ലെങ്കിൽ യൂട്യൂബിലിട്ടോ കുഴപ്പമില്ല, ആൾക്കാർ കണ്ടോളും, സീനില്ല. അപ്പോൾ ഇതാണ് ഈ ദുരന്തറിൻ്റെ പൊളിറ്റിക്കൽ സൈഡ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മയില്ല. അങ്ങനെ ഫുള്ള് തന്നെ ലൈക്ക് അവർ ഗവൺമെൻറ് ഈസ് ടോപ്പ് നോച്ച്, ഒരു കുഴപ്പമില്ല. പണ്ട് ഇത്തിരി മോശമായിരുന്നു, വീക്കായിരുന്നു. പണ്ട് വീക്കായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക് തന്നെ ആയിരുന്നു. നമ്മളിപ്പോൾ എൻ്റെ മറ്റേ താജ് അറ്റാക്ക് കഴിഞ്ഞിട്ട്, ശരിക്കും താജ് അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചടിക്കണ്ടേ? അല്ലെങ്കിൽ ആ ഹെഡ്ലിയൊക്കെ ഇപ്പോഴും അമേരിക്കയിൽ കിടക്കണം, അയാളൊക്കെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ഈ ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, ആ ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, ഏത് ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഒരാൾ, എല്ലാ പ്ലാനിങ്ങും ചെയ്ത മറ്റേ ഹെഡ്ലി ഇപ്പോഴും അമേരിക്കയിലാണുള്ളത്, CIA ആളാണ്. പുള്ളിക്കാരനെ ചോദ്യം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ഫെയിലിയറാണ്. മരിക്കുമ്പോൾ ആൾക്കാർ മരിക്കും, ഓരോ പാർട്ടിക്കാർ അവരവരുടെ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ട് സിനിമയും ഓരോ നെറേറ്റീവ്സ് ഉണ്ടാക്കി വിടും. മരിക്കുമ്പോൾ ആര് മരിക്കും? നമ്മൾ മരിക്കും. ടാക്സും കൊടുത്ത് ഇരിക്കുന്ന നമ്മൾ മരിക്കും. സോ ദാറ്റ്സ് എ റിയാലിറ്റി തിങ്. സോ ഇതാണ് നമുക്ക് ദുരന്തറിനെ കുറിച്ച് പറയാനുള്ളത്. ഗുഡ് മൂവി, എവറി വൺ ഷുഡ് വാച്ച് ഇറ്റ്. ബട്ട് ഇഫ് യു ആർ നോട്ട് എ സപ്പോർട്ടർ ഓഫ് BJP, യു വിൽ നോട്ട് ലൈക്ക് സം പാർട്സ് ഓഫ് ദ മൂവി. നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ ഇഷ്ടപ്പെടില്ല. ഇഫ് യു ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദിസ് പൊളിറ്റിക്കൽ തിങ്, യു വിൽ എൻജോയ് ഇറ്റ്. ബട്ട് ഇറ്റ്സ് ലെങ്ത് ഉണ്ട്, പക്ഷേ ലെങ്ത്ത് കാര്യമാക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗോ വാച്ച് ഇറ്റ്. പിന്നെ ഞാൻ 11 ഷോ കണ്ട്, എങ്ങനെയാണെന്നും അറിയില്ല, സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ 4 മണി. അത് എന്ത് കണക്കാന്ന് എനിക്ക് മനസ്സിലായി. ഇൻ്റർവെല്ലിൽ കുറേ നേരം ഉണ്ടായിരുന്നു. സിനിമ തുടങ്ങാൻ ഒരു 10-15 മിനിറ്റ് വൈകി, പരസ്യമൊക്കെ കഴിഞ്ഞിട്ട് 4 മണി. എൻ്റെ അമ്മ വിശന്നിട്ടൊരു പരിവായിട്ടുണ്ടായിരുന്നു. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ രാത്രി 10 മണിക്കൊക്കെ ഷോ ഉണ്ട്. അത് കഴിയുമ്പോൾ 2 മണിയാണ്. രാവിലെ മറ്റേ പത്രം ഇടാൻ വരുന്നവരൊക്കെ ഇതെന്താ ഞങ്ങൾ സിനിമ കണ്ട് വരികയായിട്ട് അങ്ങനെ പറയേണ്ടി വരും എന്നൊരു കാര്യമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. 11 മണിൻ്റെ ഷോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്ക്. രാവിലെ വരാം, വീട്ടിലൊക്കെ ഇനി രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് പോകാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദുരന്തർ. ഓക്കെ, ദുരന്തർ 3rd പാർട്ടൊന്നുമില്ല, അതോടെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതാണ്, ഇപ്പോൾ കറക്റ്റ് എടുക്കുകയാണെങ്കിൽ 1st 2nd എടുക്കുക. ഓൾറെഡി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക, ബെസ്റ്റ് ഓപ്ഷൻ. അത് മാത്രം ചെയ്താൽ മതി എല്ലാവരും, പ്ലീസ്, ദയവേത്. ഇനി നമ്മുടെ ആടിൻ്റെ 3rd പാർട്ട്. ഓക്കെ, ഞാൻ രാവിലെ ദുരന്തർ കണ്ട് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഷോയ്ക്കാണ്, 6 മണി ഷോയ്ക്കാണ് ആടിന് പോകുന്നത്. ഞാൻ സത്യമായിട്ട് വിചാരിച്ചു ആട് തന്നെയല്ലേ, ഇപ്പം എത്ര തന്നെ ഉണ്ടാവും, 2 മണിക്കൂർ ഉണ്ടാവും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ, 2-2.25 മണിക്കൂർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഞാൻ ഓൾറെഡി 4 മണിക്കൂറിൻ്റെ സിനിമ കണ്ടിട്ടാണ് വരുന്നത്. ഇതും കൂടിയായി ഒരു ദിവസം ഓൾമോസ്റ്റ് ഒരു 7 മണിക്കൂറിൻ്റെ സിനിമയാണ് കണ്ട്. നമ്മളിപ്പോൾ സീരീസൊക്കെ കാണുമ്പോൾ 7-10 മണിക്കൂറിൻ്റെ സീരീസൊക്കെ നമ്മൾ കാണും ഒരു ദിവസം. പക്ഷെ ഇതല്ല, ഇത് നമുക്ക് ട്രാവലുണ്ട്, പിന്നെ നമ്മൾ വേറൊരു സെറ്റിങ്ങിൽ വീട്ടിൽ മറ്റേ റിലാക്സ് ചെയ്തിട്ടല്ലല്ലോ കാണുന്നത്, ഇത് മറ്റേ ആക്റ്റീവ് വ്യൂയിങ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. 7 മണിക്കൂർ സിനിമ, ദാറ്റ് വാസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. അപ്പോൾ കണ്ടു ആട്. എല്ലാവരും പോസിറ്റീവ്. ഞാൻ വന്നിട്ട് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവാണ്. എനിക്കത്ര പോസിറ്റീവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ 1st 2nd അത്ര ഇത് ഇഷ്ടമായില്ല.
ഇഷ്ടമായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഫസ്റ്റ് സെക്കൻഡിലൊക്കെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കുറേ ഡയലോഗുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സ്റ്റക്കായി നിൽക്കുന്ന നിനക്ക് ഇതൊക്കെ എങ്ങനെ നിനക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗുകളുണ്ടല്ലോ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിലായാലും എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്ത BGM അതൊക്കെ ഒരു സംഭവമല്ലേ. ഇതിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള ഒരു സീൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അതായത് ഫസ്റ്റ് പാർട്ട് ഒന്നുമില്ല, ഫുള്ള് ഇത് വേൾഡ് ബിൽഡിങ്, ഫുള്ള് വേൾഡ് ബിൽഡിങ്. ആ വേൾഡ് ആണെങ്കിൽ ഭയങ്കര ഒരു ബോറിങ് സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞാൽ പറ്റിയ സംഭവം. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ട് വേണം നിർത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ ടൈം ട്രാവൽ ആ ഒരു സംഭവം ഉള്ളത് ആ അവസാനത്തെ ഒരു 10-15 മിനിറ്റാണ് ഉള്ളത്. ഒരു മഞ്ഞ വെളിച്ചമൊക്കെ വന്നിട്ട് ഇവരിങ്ങനെ പോകുന്നത്. അതെന്താണ് സംഭവം? അതിൻ്റെ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അതിനി സെക്കൻഡ് പാർട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ടോ ഇല്ല. ഞാൻ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ പറഞ്ഞത് നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് ഒന്ന് ഹിറ്റാക്കി ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് പൊളിക്കാമെന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടതിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇവർ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു എൻഡിങ്ങും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒരു സംഭവം ലാസ്റ്റ് ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു സാധനം. കോമഡി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് കോമഡി ഇതിലാണ്. ഓക്കെ, അറ്റംപ്റ്റ് നൈസാണ്. ഇങ്ങനൊരു ടൈം ലൈൻ സ്വാപ്പ് ചെയ്യുന്നൊരു സംഭവം നൈസാണ്. നമുക്ക് മനസ്സിലായി ഇതിനെ വെറുതെ വേൾഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരാവശ്യമില്ല. ഇത് ഈ ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫ് ഒരു അരമണിക്കൂറിൽ തീർക്കാവുന്നുള്ളൂ. 3 മണിക്കൂർ സിനിമ ഒരാവശ്യമില്ല. നമുക്ക് മനസ്സിലായി എല്ലാ സ്ഥലത്തും അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പഴയ കാലത്ത് രാജാക്കൻ്റെ ഒരു പ്രശ്നം, ഒരു ടിപ്പു സുൽത്താൻ്റെ ഒരാൾ വരുന്നു, ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഫ്യൂച്ചറുണ്ട്, ഫ്യൂച്ചർ 5 മിനിറ്റ് എന്താ കാണിക്കുന്നുള്ളൂ. അതൊരു ഇൻഡോർ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലായി. മൂവ് ഓൺ, അടുത്ത സംഭവം കൊണ്ടു. ഒന്നെങ്കിൽ കോമഡി കുറച്ചിട്ട് കഥ ഫോക്കസ് ചെയ്യുന്ന പോലെ. ഇതിപ്പോൾ കഥയും ഇല്ല, കോമഡിയും ഇല്ല. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ എന്നെ തെറി വിളിക്കും, എനിക്കറിയാം. ഉള്ളതുള്ള പോലെ പറയാമല്ലോ. എന്തിനപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നിയ കാര്യം പറയാൻ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെറുതെ കാണാം, ലൈക്ക് വെറുതെ ആടിപ്പോൾ നമ്മൾ എന്തിനാണ് കാണുന്നത്? ചിരിക്കാൻ, സ്ലാബ് സ്റ്റിക്ക് പോലെ കുറേ കോമഡി. ധർമ്മജനൊക്കെ വെറുപ്പിച്ചിട്ടുണ്ട് ഇതിൽ, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഷാജി പാപ്പനാണെങ്കിൽ സ്ക്രീൻ ടൈമേ ഇല്ല, കുറവ് സ്ക്രീൻ ടൈം. മെയിനായിട്ടുള്ളത് സണ്ണി വെയിനാണ്. സണ്ണി വെയിൻ്റെ ഒരു പഴയ ഒരു കാലഘട്ടത്തിലൊരു ക്യാരക്ടറുണ്ട്, എൻ്റെ പൊന്നോ. അതൊന്നും ഇറ്റ്സ് നോട്ട് ഫണ്ണി, ഇറ്റ്സ് നോട്ട് മൂവിങ് ദ സ്റ്റോറി, ഇറ്റ്സ് ഡൂയിങ് നത്തിങ്. ഇതിലാകെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളത് എപ്പോഴും ഈ ഫോറിൻ ആക്ടേഴ്സിനെ കൊണ്ടുവന്ന ഒരുമാതിരി ആയിരിക്കും. ഇതിലൊരു പെൺകുട്ടിയുണ്ട്, കീടിലൻ. ആ ഒരു ആക്ഷനൊക്കെ ചെയ്യുന്ന ഒരു കിക്കൊക്കെ ഉണ്ട്, ശരിയായ അത് നൈസായിട്ട്. ഒരുപാട് വർത്തമാനം പറഞ്ഞ് കോളാക്കിയിട്ടൊന്നുമില്ല, നൈസ്. പിന്നെ ഇതിൽ ഇപ്പോൾ നമുക്ക് ഒരു സിനിമ കണ്ടു, ഇപ്പോൾ ഫസ്റ്റ് ഒരു മാറ്റും ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ നമുക്കിങ്ങനെ മറ്റേ വിനായകൻ പറയുന്ന ഡയലോഗൊക്കെ നമുക്ക് ഇപ്പോഴും ആ ഒരു സീനും ആ ഒരു സംഭവം മറ്റേ ഡ്രാഗൺ ബൈലീവറിൻ്റെ ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് എങ്ങനെയാണ്? അത് അത്രയും സിമ്പിളാണ്, അത്രയും നമുക്ക് അത് ഒറിജിനൽ സാധനങ്ങളുണ്ട്. ഇതിൽ ഒറിജിനൽ ഒന്നുമില്ല. ഇതിലെന്താണ് മലപ്പുറത്തിനെ മലത്തിട്ടുന്ന, തിരുവനന്തപുരത്തിന് അങ്ങനെ എന്തൊക്കെയോ എനിക്കതൊരു ഇമ്പാക്റ്റ് തോന്നിയില്ല. സെക്കൻഡ് പാർട്ട് എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും.
ഇതിനി എന്ത് സെക്കൻഡ് പാർട്ട് എടുക്കുമായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം ഹിറ്റാണ്, കുറേ പേര് പോയി കാണുന്നുണ്ട്. കാരണം എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ഞാനൊക്കെ ഈ ആട് 2 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് കണ്ട് ഈ ചിലവന്മാർ പറയില്ല എന്താണ്, ഇപ്പോഴത്തെ സിനിമകൾ റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ, പണ്ടത്തെ സിനിമകൾ ഒന്നുമില്ല. ഇപ്പോഴത്തെ സിനിമകൾ, ഇങ്ങനത്തെ സിനിമകൾ എത്ര തവണയും കണ്ടിട്ടുണ്ട്. ആട് 2 ഒക്കെ കയ്യും കണക്കില്ല. ഫുൾ സിനിമ കണ്ടില്ലെങ്കിലും അതിൻ്റെ ആ യൂട്യൂബിൽ കുറേ സീൻസ് ഉണ്ടല്ലോ, ഞാൻ ഒരാഴ്ചയിൽ മിനിമം ഒരു തവണയെങ്കിലും കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിനോടൊക്കെ അത്രയും ഒരു സംഭവമുണ്ട്, ഐ മീൻ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അബു ആയാലും എന്തായാലും ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത പോലെ സ്റ്റോറിയും അതെ. മോഡേൺ MT സെക്കൻഡ് പാർട്ട് എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ബാക്കി അത് പറയില്ല. സെക്കൻഡ് പാർട്ടിൽ എടുക്കുമ്പോൾ ഇതിൻ്റെ റിവ്യൂല് ബാക്കി പറയാം. കാരണം ഇതിന് പറയാനൊന്നുമില്ല, ഫണ്ണാണ്. ആർക്ക് മറ്റേ കോർ മറ്റേ ഷാജി പാപ്പൻ ഫാൻസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അല്ലാണ്ട് കോമഡിയും ഇല്ല, കുറേ ഇങ്ങനെ ടൈം ലൈൻ സംഭവമൊക്കെ ഉണ്ട്. അതല്ലല്ലോ നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ വരുന്നത്. നമ്മൾ വെച്ച് ചിരിക്കാനും മറ്റേതിനല്ലേ. കിടിലൊരു കോമഡി ഉള്ളത്, അതിൽ കുറേ ചിരിച്ചു. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോത്സ്യനോ മന്ത്രവാദിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടല്ലോ, ആ മറ്റേ ഒരു ചങ്ങായിയുടെ ഈ ചില സിനിമകളിലൊക്കെ വരില്ലേ, ആ ചങ്ങായിൻ്റെ അടുത്തേക്ക് പോകുന്നൊരു സീനുണ്ട്. അതിൽ നൈസാണ്. മറ്റേ ഈ ജോത്സ്യന്മാർ ഒരു സാധനം വെക്കില്ലേ പലകയിൽ, അതൊക്കെ നീക്കി വെച്ചിട്ട് അത് നൈസായിരുന്നു. ബാക്കി അതാണ് ഒരു കോമഡി സീൻ ആലോചിക്കുകയാണ് ഞാൻ, എവിടെയാണ് കോമഡി? അങ്ങനെ ഒരു കോമഡി സംഭവം ഇല്ല. ലാസ്റ്റ് 300ൻ്റെ ഒരു സംഭവമൊക്കെ ലാസ്റ്റ് അതാണ് വെറുതെ എന്തൊക്കെയോ. അതായത് ഇങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീൻ, അത് 300 കോപ്പി അടിച്ചിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ എല്ലാവരും പോസിറ്റീവാണ്. എനിക്ക് ഞാനത് ഉള്ളത് പറയണോ അല്ലെങ്കിൽ ഇത് പറയാണ്ടിരുന്നാലോ എന്ന് വരെ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ബോദർ, എനിക്ക് തോന്നിയ കാര്യമാണത്. നെവർ മൈൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര സിനിമ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം പറഞ്ഞ ഒരു സീനോ അല്ലെങ്കിൽ ഒരു കോമഡി സീൻ പറഞ്ഞ, നിങ്ങൾ ഭയങ്കര ചിരിച്ച് മറിഞ്ഞൊരു കോമഡി സീന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ജോൾസിൻ്റെ പോണത് ആ ഒരു ചെറിയൊരു സീനാണ്, നൈസ് തന്നെയായിരുന്നു. ഐ ലവ് കോമഡി, എല്ലാവരും കൂടെ വന്നിട്ടുള്ള കോമഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സീന് പറഞ്ഞ, കോമഡി വേണ്ട ഒരു സീന് പറഞ്ഞ, എനിക്കറിയില്ല, അത് കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, സോ ആവറേജ് എക്സ്പീരിയൻസ് ഫോർ ആഡ് തേർഡ് പാർട്ട് പാർട്ട് 1. പാർട്ട് 2 വന്നില്ലെങ്കിൽ ഉണ്ടല്ല, വരും നല്ല കളക്ഷൻ കിട്ടിയാൽ വരും. ഇതിപ്പോൾ കിട്ടുമല്ലോ. ഇനിയിപ്പോൾ സിനിമയൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നിവിൻ പോളിൻ്റെ എന്തോ സിനിമ ഇറങ്ങുന്നുണ്ട്. അത് മറ്റേ ബി ഉണ്ണികൃഷ്ണൻ സിനിമയാണ്, സീരിയസ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ സിനിമ ഇത് തന്നെ ആയിരിക്കും. വൻ പോസിറ്റീവാണ്. ട്വിറ്ററിൽ മാത്രം കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്, വേറെ എല്ലാവരും പോസിറ്റീവ്. ഇതിനിപ്പോൾ തിയേറ്റർ ഞാൻ പോയി കണ്ട തിയേറ്ററിലും ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിരുന്നു. ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഞാൻ ഒരു സീൻ കാണുമ്പോൾ എല്ലാവരും ചിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് നീ മനസ്സിലാവാണ്ടാണോ അങ്ങനെയൊക്കെ എനിക്ക് അവസാനം ഡൗട്ടായി. ചില സീനിൽ എല്ലാവരും ഒരേ ചിരിയും. ഒരു പീക്ക് മൊമെൻറ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡ്യൂഡ് മറ്റേ മിഷൻ ഇമ്പോസിബിളിൻ്റെ മറ്റേ സാധനത്തിൽ പോലെ മറ്റേ തൂങ്ങിക്കിടന്ന് വന്നത് ഹെലികോപ്റ്ററിൽ, അതൊരു സെക്കൻഡ് എൻട്രി പോലത്തെ ഒരു സംഭവം നൈസായിരുന്നു. പിന്നെ ഏതാണ് ഒരു പീക്ക് മൊമെൻറ്റ് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയും. ആവറേജ് ഫോർ ആഡ് തേർഡ് പാർട്ട്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ടോക്കില്ല. സെക്കൻഡ് പാർട്ടിൻ്റെ റിവ്യൂവിൽ ബാക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റിവ്യൂ സെക്ഷൻ. പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ മറ്റേ ഇമ്മോർട്ടൽ മാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അത് കണ്ടില്ല, ഇന്ന് രാത്രി വേണം കാണാൻ. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റീൽ ഒന്നും ചെയ്യാം. അത് പോട്ടെ, നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ അവർ ട്രെയിലേഴ്സും ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. ന്യൂസ് ഫോർ അൺഎംപ്ലോയിഡ് പീപ്പിൾ.
ആദ്യം നമുക്ക് ഡ്യൂണിൻ്റെ തേർഡ് പാർട്ട്. ഓക്കെ, എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ഒരു എന്താ പറയുക, ഒരു ഫ്രാഞ്ചൈസി സംഭവമാണ് ഈ ഡ്യൂണ്. ഫസ്റ്റ് പാർട്ട് ഒരാൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാവരും ഉറക്കം കൊള്ളിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് പാർട്ട് ഇഷ്ടമാണ്, സെക്കൻഡ് അതിലേക്കാട് ഇഷ്ടം. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 തവണ ഐമാക്സിൽ പോയി കണ്ട ഏക സിനിമയാണ് ഡ്യൂണ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, അത് അന്ന് ആ കോയമ്പത്തൂർ ഐമാക്സ് വന്ന സമയമോ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, അങ്ങനെ എന്തോ ഒരു സമയമാണ് ഞാൻ പോയി കുറേ 2 തവണ കണ്ട സംഭവം. ഗൂസ് ബംസ് ടീസറാണിത്. ഗൂസ് ബംസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, സിമ്മർ ഒരു പണ്ണൽ പണിയിട്ടുണ്ട്, ഒരു വാർ ചാൻഡ് ഉണ്ട് മോനെ ഇതിൽ. ഞാനത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് എപ്പോൾ കേൾക്കുമ്പോൾ പവറാവാണ്. ഇത് എവിടെ ഈ യുദ്ധം ഉണ്ടോ അത് പോകാൻ ആ ഒരു സൈഡ്. അത് എന്താണ് മറ്റേ ഒരു ഒരു ശാലഭേദൻ്റെ പാടിയ സാധനമാണ്, വേറെ തന്നെ സാധനം. ആ ടീസറിന് ഒരു അതായത് ആക്ച്വലി നിങ്ങൾ മ്യൂട്ടിൽ കേട്ട് നോക്കിയേ, ഒന്നുമില്ല. ആക്ച്വലി കുറേ ഇങ്ങനെ റാൻഡം ഷോർട്ട്സും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ മ്യൂസിക് വരുമ്പോണ്ടല്ലോ എൻ്റെ മോനെ, ആ വാർ ചാൻഡിൻ്റെ ഒരു റിപ്പീറ്റ് സാധനമുണ്ട്, ഒരു 10-20 മിനിറ്റിൻ്റെ ഒരു സാധനം യൂട്യൂബിലുണ്ട്. അതൊന്നുമില്ല, അതിനെ വെറുതെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അത് 2 തവണ കേട്ടു ഫുള്ള്. അത് ഭയങ്കര ഇവരൊക്കെ അഡിക്റ്റായി. വാർ ചാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം യൂട്യൂബിലുണ്ട്, സീന് സാധനം. എലിസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം. അത് ഈ ഫ്രമൻ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് അല്ല. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ അത് പറഞ്ഞ് കൊളാക്കുന്നില്ല, എന്തോ ഒരു സാധനമാണ്. അപ്പോൾ ജൂൺ 3 ടീസറിൽ നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരിനെ പരിചയപ്പെടാനുണ്ട്. റോബർട്ട് പാറ്റിൻസൺ കാണിക്കുന്നുണ്ട്. ഡങ്കൻ ഐഡഹോ, നമ്മുടെ മറ്റേ ചങ്ങാണ്ടല്ലോ അക്വാമാൻ, പുള്ളിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ മരിച്ചതല്ലേ, ഇയാളെങ്ങനെ തിരിച്ചു വന്നു എന്നുള്ളൊരു സംശയം കുറച്ച് പേർക്കും ഉണ്ടാവും. ഈ ഡ്യൂണിനെ കുറിച്ച് അറിയുന്നവർക്ക് ഉണ്ടാവില്ല, എന്നാലും കുറച്ച് പേർക്ക് ഉണ്ടാവും. റോബർട്ട് പാറ്റിൻസൺ ആരാണ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് തേർഡ് പാർട്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് ഈസ്റ്റർ കാര്യങ്ങളും എന്താണ് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഉള്ളൊരു സ്പോയിലേഴ്സ് അധികം ഇല്ലാത്തൊരു മെയിൻ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഈ ഫ്രാങ്ക് ഹെർബർട്ട് എഴുതിയ 6 ബുക്കുകളാണ് ഡ്യൂണിൻ്റെ മെയിനായിട്ടുള്ളത്. ഈ ഡ്യൂണിൻ്റെ ഫ്രാഞ്ചൈസിയിൽ അല്ലെങ്കിൽ ഡ്യൂണിൻ്റെ ബുക്കുകൾ നോക്കിയാൽ 10-20 ബുക്കുണ്ട്. ഡ്യൂണിൻ്റെ ഫസ്റ്റും ഈ സെക്കൻഡ് ബുക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വിയേർഡ് ഒരു സാധനത്തിലേക്കാണ് പിന്നെ പോവുക. അത് വിയേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും ആ വേമില്ലേ, മണ്ണിൻ്റെ അടി കൂടെ വരുന്ന വേമില്ലേ വലുത്, അതും മനുഷ്യനും കൂടെ ഒന്നായിട്ട് അങ്ങനെയൊക്കെ ആവും. ഇറ്റ്സ് ഗോയിങ് ക്രേസി ആഫ്റ്റർ ദിസ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും തോന്നുന്നു അവർ ഈ തേർഡ് കൊണ്ട് കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിലജി എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഫസ്റ്റ് 3 സിനിമ ഇറക്കിയത്. ഫസ്റ്റ് ബുക്കിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഇറക്കിയത്. തേർഡ് സിനിമ സെക്കൻഡ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഡ്യൂൺ മെസ്സയ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഈ ഡ്യൂണിൻ്റെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലല്ലോ, നമ്മുടെ എല്ലാ ഈ മെയിൻ ക്യാരക്ടേഴ്സും, അതായത് സ്റ്റാർ വാർസ് എടുത്തോട്ടെ, ആനക്കിൻ സ്കൈവാക്കർ എടുത്തോട്ടെ, അങ്ങനെ ഈ മെയിൻ ക്യാരക്ടർ ജോൺ സ്നോ, അങ്ങനെ നമ്മൾ ഈ സിനിമ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ ഇതെല്ലാം ഈ ഡ്യൂണിൻ്റെ ഈ പോൾ അട്രേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെയും ആ ഡ്യൂണിൽ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഒരാൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അത് ഹൗ പവർ കറപ്റ്റ്സ് പീപ്പിൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഷുഡ് റീഡ് ഡ്യൂണിന്ന്. ഇപ്പോൾ ആരും ബുക്കൊന്നും വായിക്കില്ല, നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ വയ്യെങ്കിൽ ഡ്യൂൺ ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 100 വീഡിയോ ഉണ്ട്, യൂട്യൂബിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, അത് നോക്കുക. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. ഓക്കെ, ഓഡിയോ ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഓഡിയോ ബുക്ക് പോലത്തെ സംഭവങ്ങൾ യൂട്യൂബിൽ തന്നെ ഉണ്ട്, ഫ്രീ ആയിട്ടുണ്ട്. ഞാൻ ബുക്കൊന്നും വായിച്ചിട്ടില്ല, ബുക്ക് വായിക്കാൻ ഇഷ്ടമല്ല എന്നല്ല, ബുക്ക് വായിക്കാൻ സമയമില്ല, ബുക്ക് വായിക്കുമ്പോഴേക്കും ഓർക്കം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പോലത്തെ ഓഡിയോ ബുക്ക് പോലത്തെ സാധനം ഞാൻ കേട്ടിട്ടുള്ളത്. ഫസ്റ്റും സെക്കൻഡും, ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കും ഞാൻ ഫുള്ള് കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് ക്രേസി. അത് ഭയങ്കര ഡീറ്റെയിലിങ്ങും ഭയങ്കര സംഭവം ഒരുപാടുണ്ട്. ഡ്യൂണിന് ആക്ച്വലി സിനിമ ആക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പണ്ട് ഡേവിഡ് ലിഞ്ച് ചെയ്യാൻ നോക്കിയതാണ്, അത് ഭയങ്കര ഒരു ഫ്ലോപ്പായിരുന്നു. അതിന് ശേഷമാണ് ഡെനി വില്ലിനോ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് വെരി റിസ്കി തിങ്. ഡ്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡാണ്. ആ വേൾഡിനെ
പിക്ചറൈസ് ചെയ്ത് അതിനെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വല്ലാത്ത പണിയാണ്. പ്രത്യേകിച്ച് ഇനി തേർഡ് പാർട്ട് വരാൻ പോകുന്നത് കൂടുതൽ വെരി കോംപ്ലക്സ്. അതായത് യുദ്ധം തുടങ്ങും. നമ്മൾ സെക്കൻഡ് പാർട്ട് തുടങ്ങുമ്പോൾ ഈ ഫ്രമൻ അരാക്കിസിലുള്ള ആൾക്കാർ ഫ്രമൻസുകാരനെ ലിബറേറ്റ് ചെയ്യണം. മെസ്സയ്യ വന്നിരിക്കുകയാണ്, മുഅദ്ദീബ് ചങ്ങായി മറ്റേ പോളട്രീഡീസ് വന്നിട്ട് ഇവരെന്നെ ലിബറേറ്റ് ചെയ്യണം. നിങ്ങൾ പോയിട്ട് നമ്മുടെ ഈ ലോകം പിടിച്ചെടുക്കണം, ഐ ആം ദ ചോസൺ വൺ വന്നിട്ട് ഇനി എല്ലാ ആൾക്കാരും യൂണിവേഴ്സിലുള്ള എല്ലാവരുമായിട്ട് ഫ്രമൻസ് യുദ്ധത്തിന് പോവുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ട് 17 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇനി വരാൻ പോകുന്ന തേർഡ് പാർട്ട് വരാൻ പോകുന്നത്. അതിന് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ റോബർട്ട് പാറ്റിൻസൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്പിറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. അത് കോൺസ്പിറേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെനെ ജെസറേറ്റ് ഇല്ലേ, സൈലൻസ് എന്ന് പറയുന്ന ഒരു പെണ്ണുമ്പളുടെ അടുത്ത് ഒരു അമ്മച്ചി, മുഖമൊക്കെ മറിച്ചിട്ടുള്ള ഒരു അമ്മച്ചി, അവരും ടൈലാക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമും പിന്നെ നമ്മുടെ സ്പേസ് ഗിൽഡ്. അപ്പോൾ ഈ 3 ടീം, സ്പേസ് ഗിൽഡ് എന്ന് പറഞ്ഞാൽ മറ്റേ കപ്പലിലൊക്കെ ഒരു വെറൈറ്റി കപ്പലിലൊക്കെ പോകുന്ന ടീംസ് ഇല്ലേ, ഫസ്റ്റ് പോളട്രീഡീസിൻ്റെ അച്ഛനെ കാണാൻ ഒരു ടീംസ് വരില്ല, അതിലുള്ളതാണ് സ്പേസിംഗ് ഗിൽഡ്. അപ്പോൾ ഈ 3 ടീംസുകാരും കൂടെ ഇവൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ഇവനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വില്ലന്മാർ പോലത്തെ ആൾക്കാരാണ് ഈ കോൺസ്പിറേറ്റേഴ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 ടീംസ്. ഇതിലെ ടൈലാക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരിൽ അവർ എന്താ അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഡാൻസേഴ്സ് എന്നാണ് അവരിനെ അറിയപ്പെടുന്നത്. അതായത് ബയോ എൻജിനീയറിംഗ് ആണ് അവരുടെ മെയിൻ പരിപാടി. അതായത് ആൾക്കാരിൽ ഓരോ പരീക്ഷണം നടത്തിയിട്ട് രൂപം മാറ്റുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കുക. ഓക്കെ. സൈറ്റേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൈലാക്സസ് ടീമിൽപ്പെട്ട ഒരാളിനെയാണ് റോബർട്ട് പാറ്റിൻസൺ ആളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോളാസ് എന്ന് പറയും. അതായത് മരിച്ച ഒരാളുടെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മെമ്മറിയൊക്കെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഇവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റും ഈ ടീംസിന്. അങ്ങനെയാണ് ജേസൺ മൊമോണ്ടല്ലോ നമ്മുടെ ഡങ്കൻ ഐഡഹോയായിട്ട് അഭിനയിക്കുന്നത്. അയാൾ നമ്മൾ അവസാനം കാണുമ്പോൾ സർഡുക്കാരൻ്റെ കൂടെ യുദ്ധം ചെയ്ത് മരിക്കുന്നതാണല്ലോ. പുള്ളിക്കാരൻ്റെ ബോഡി എടുത്തിട്ട് പോൾ അട്രേഡീസിന് ഒരു ഗിഫ്റ്റായിട്ട് ഈ കള്ളന്മാരൊക്കെ കൂടി കൊടുക്കുന്നതാണ് വില്ലന്മാർ. അപ്പോൾ വില്ലന്മാർ ഈ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും പോൾ അട്രേഡീസ് ഇത് സ്വീകരിക്കില്ല എന്ന് ഇവർക്കറിയാം. അപ്പോൾ പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ മരിച്ച ബെസ്റ്റ് ഫ്രണ്ടിനെ ജീവിപ്പിച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. അത് പിന്നീട് കുറേ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദുരുദ്ദേശം കൊണ്ടാണ് ഇയാളിനെ ജീവിപ്പിക്കുന്നത്. പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു സെറിമണി വരെ അവിടെ കാണാനുണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ മറ്റേ അനിയ ടൈലർ ജോൺസനെ കാണിക്കുന്നുണ്ട്. അലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു വെള്ള ഡ്രസ്സിൽ ഇങ്ങനെ ആക്കുന്ന ആ ഒരു സീന് അത് പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി പെങ്ങളാണ്, അറിയാലോ. മറ്റേ എന്താണ് വാട്ടർ ഓഫ് ലൈഫ്, മറ്റേ വേമെന്നൊരു വാട്ടർ എടുത്തിട്ട് നീല കളർ വാട്ടർ എടുത്ത് കുടിക്കുന്നുണ്ടല്ലോ, ആ കുടിക്കുമ്പോൾ വയറ്റിൻ്റെ ഉള്ളിലിരുന്നാണ് അലിയ അമ്മയുടെ. അപ്പോൾ എന്താണ്, ഷീ ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് എംപററാണ് അലിയ. അപ്പോൾ അലിയൻ്റെ ഒരു മെയിൻ സംഭവം നമുക്ക് ഈ പാർട്ടിൽ കാണാൻ പറ്റും. ആ പുള്ളിക്കാരിയാണ് ആ വെള്ള ഡ്രസ്സിൽ ഇങ്ങനെ ആക്കുന്നത്, പുള്ളിക്കാരിൻ്റെ ഒരു സംഭവം. പിന്നെ കിട്ടിയില്ല ഒരു ഡയലോഗ് ഉണ്ട്, ഐ എം നോട്ട് അഫ്രൈഡ് ടു ഡൈ ബട്ട് ഐ മസ്റ്റ് നോട്ട് ഡൈ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് സ്റ്റോറി ലൈൻ. ഓക്കെ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലറായി പോകും. സോ ഐ എം നോട്ട് ഗോയിങ് ടു സ്പോയിലേഴ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ടീസറിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാനുള്ള സംഭവങ്ങളാണ്. റോബർട്ട് പാറ്റിൻസൺ ആരാണ്, ഇതേതായാലും പുതിയൊരു വെള്ള കളർ മുടിയുള്ള ഒരുത്തൻ നമുക്ക് തോന്നും. അതേപോലെ ഈ ഡങ്കൻ ഐഡഹോ മരിച്ചാണല്ലോ അവൻ എങ്ങനെ ജീവിച്ച് എന്നുള്ള കാര്യം തോന്നും. സോ അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഡ്യൂൺസ് ഡേ ആണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഡൂംസ് ഡേയും അവഞ്ചേഴ്സ് ഡൂംസ് ഡേയും ഡ്യൂണും കൂടെ ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. 18 തീയതി അല്ല, 18 ഡിസംബറിലാണ് ഇറങ്ങുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി മാസീവ്. ഓക്കെ. ഈ ടോക്സിക്കും ദുരന്തറും പോലെ പേടിച്ചിട്ട് ഓടിപ്പോകുന്ന ടീംസ് അല്ല അവർ ഇറക്കുമെന്ന് ഇറക്കിയിരിക്കും. അതായത് ശരിക്കും ഒരു നല്ലൊരു കാര്യമാണ്. 2 സിനിമ ഒരുമിച്ച് ഇറക്കുമ്പോൾ പീപ്പിൾ വിൽ ബി മോർ ഇൻ ടു ആർക്ക് കൂടുതൽ കളക്ഷൻ കിട്ടിയോ ആ സിനിമ. ഈ ഫാൻസുകാരും ഈ മാക്സിമം അവർക്കൊരു എനർജി ഉണ്ടാവും, ഈ ഫാൻസുകാർക്കൊരു എനർജി ഉണ്ടാവും.
ഇറ്റ്സ് ആക്ച്വലി ക്ലാഷ്, സിനിമ ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവില്ല. സോ അതാണ് സംഭവം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ഡൂൺ. ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ഡൂൺ ദാറ്റ് പാർട്ട് ആൻഡ് ഇറ്റ്സ് കൺക്ലൂഷൻ. ഡെനി വില്ലനോവ്. പിന്നെ അതാണ് വേറെ എല്ലാവരും കണ്ട് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 3 സിനിമ. ഇങ്ങനെയാണ് ട്രിലജി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ ഇപ്പോൾ ഒരു സിനിമ എടുക്കും, 10 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ സിനിമ. അപ്പോഴേക്കും ആ കണ്ടവന്മാർക്കൊക്കെ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കണ്ടവന്മാർക്ക് വല്ല പണിക്ക് പോയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ അടിയിൽ നിങ്ങളുടെ ഈ സിനിമയൊന്നും കാണാൻ ആരും ഉണ്ടാവില്ല. എടുക്കുകയാണെങ്കിൽ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് എടുക്കുക. ലോകേഷ് ലിയോൻ്റെ പ്രശ്നമായപ്പോൾ പറഞ്ഞു, ലിയോ ഒക്കെ ഞങ്ങൾ സെക്കൻഡ് പാർട്ടിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ സെക്കൻഡ് പാർട്ട് ഒരു സെക്കൻഡ് പാർട്ടും ഇല്ല. ഇതും അതുപോലെ മറ്റേ എന്താണ് ഡ്രഗ് ഫ്രീ സൊസൈറ്റിയിലേക്ക് എവിടെ ഡ്രഗ് ഫ്രീ എവിടെ ഇല്ല. ഇതുപോലെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയാം, ഞങ്ങൾ സെക്കൻഡ് പാർട്ടിൽ ശരിയാക്കാം വെറുതെ. അപ്പം ഇതാണ് ഡ്യൂണിൻ്റെ കാര്യം. നമുക്ക് അടുത്ത് നമ്മുടെ സ്പൈഡർമാൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 718 മില്യൺ ആൾക്കാരാണ് ഫസ്റ്റ് ദിവസം കണ്ടിരിക്കുന്നത്. GTA 6ൻ്റെ ട്രെയിലർ 475 മില്യനെ കണ്ടിട്ടുള്ളൂ. വ്യത്യാസം നോക്കും. ബോട്ട്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. അത് കൂട്ടിയിട്ടായിരിക്കും, അത് യൂട്യൂബത്തെ മാത്രമായിരിക്കും. ഇതെന്താ ഈ കണക്കെന്ന് എനിക്ക് മനസ്സിലാവില്ല. യൂട്യൂബത്തെ മാത്രം 718, അത് മൊത്തം ചമ്മോ. ഇത് ബോട്ട്സ് ഒന്നും ഇല്ല. ഒറിജിനലാണെങ്കിൽ എന്തത്, ഇതിനേക്കാളും വലിയൊരു ഹൈപ്പ് വേണം. ബ്രാൻഡ് ന്യൂ ഡേൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒരു ലോഡ് ഫുട്ടേജ് വന്നതാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഷാങ്സിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ പരിപാടികളൊക്കെ ഭയങ്കര മിനിമലായിരിക്കും. ഇല്ല എന്നല്ല, അപ്പോൾ ശരിക്കും ടോം ഹോളണ്ടിനെ മറ്റേ വവ്വാലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വവ്വാൽ ചെലന്തി മനുഷ്യരാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഉണ്ട്, പക്ഷെ മിനിമലായിരിക്കും. ഈ ആക്ഷൻസൊക്കെ പൊളിയായിരിക്കാനാണ് സാധ്യത. കാരണം ഷാങ്ചിയിൽ ആക്ഷൻസൊക്കെ നൈസായിരുന്നു. ഓക്കെ, വേറെ തന്നെയായിരുന്നു. മാർവലിൻ്റെ ഒരു കിഡിലിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാങ്ചിയിലാണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആക്ഷൻ. മറ്റേ മറ്റേ അല്ലെങ്കിൽ മറ്റേ ഈ CGI ഫൈറ്റല്ല, ശരിക്കുള്ള സാധനം. അപ്പോൾ അത് ഷാങ്ചി നൈസായിരുന്നു. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും പുള്ളിനെ ഇതിൽ ഡയറക്ടറാക്കി വിളിച്ചതും. അപ്പോൾ ഒരു ഗ്രൗണ്ടഡ് സ്പൈഡർമാനാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് പെണ്ണുമില്ല, കോളേജിലും പോകാൻ പറ്റില്ല, കോളേജിലും പോകുന്നില്ല, എന്തൊക്കെയോ ജോലി മറ്റേ ഡെയിലി ബ്യൂകളിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാനെ നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ എല്ലാവരും അതാ പറയുന്നത്, ലൈക്ക് ഞങ്ങളുടെ പഴയ സ്പൈഡർമാൻ തിരിച്ച് വന്നടാ, ഡിപ്രസ്ഡ് സ്പൈഡർമാൻ. ചിരിയും കളിയൊന്നും ഇല്ലപ്പോൾ. MJയും ഇല്ല, മേരി ജെയിനും ഇല്ല, ആരും ഇല്ല. അങ്ങനത്തെ ഒരു സ്പൈഡർമാൻ ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ പഴയ സ്പൈഡർമാൻ എന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ വില്ലൻസ് ആണെങ്കിലും ഒരു ലോഡ് വില്ലൻസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് സേഡി സിങ്ക് എവിടെ? സേഡി എവിടെ? ടീസറിലും കാണിച്ചിട്ടില്ല, ട്രെയിലറിലും പറഞ്ഞു അതും കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. ജൂലൈ 31 ഇറങ്ങണം. അപ്പോൾ ഇനി ഒരുപാട് മാസമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ട്രെയിലർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയ അതിൽ കാണിക്കാനാണോ അറിയില്ല, അതോ ഇവർ കാണിക്കാനേ ഇല്ലേ, മറ്റേ തിയേറ്ററിൽ നിന്നാണോ കാണിക്കുന്നത്? അത്രയും സീക്രട്ടാണോ? ആദ്യം സേഡി സിങ്കിനെ അനൗൺസ് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത് ഗ്വൻ സ്റ്റേസി, നമ്മുടെ സ്പൈഡർ വേഴ്സിലെ ഗ്വൻ സ്റ്റേസി ആയിട്ട് വരും എന്നാണ്, ഫീമെയിൽ വേർഷൻ ഓഫ് സ്പൈഡർമാനായിട്ട് വരും എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജെയിൻ ഗ്രേ ഇല്ലേ, നമ്മുടെ എക്സ്മാനിലെ, അതായത് എക്സ്മാനും സ്പൈഡർമാനായിട്ടുള്ള ഒരു ലിങ്ക് ഓഫ് ദി ലിങ്ക് ആയിരിക്കും ഇനി. ആ ഒരു 2 യൂണിവേഴ്സിനും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ എന്നാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ ഈ ട്രെയിലറിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു
ഈ ട്രെയിലറിൽ ഒരു സീനിൽ ഒരാളിങ്ങനെ കെട്ടിയിട്ട് ചെയറിലിങ്ങനെ കെട്ടിയിട്ട പോലത്തെ ഒരു സീനുണ്ട്. അപ്പോൾ അതിലൊരു ഗ്ലാസിൻ്റെ ഒരു ഇതില്ല. അപ്പോൾ ജീനിന് അറിയാമല്ലോ മറ്റേ സൈക്കിക് എബിലിറ്റീസാണ്. അപ്പോൾ അങ്ങനെ അതെന്തെങ്കിലും ഡാമ്പ് ചെയ്യണ പോലത്തെ എന്തെങ്കിലും സംഭവമാണോ, അങ്ങനെ ഒരു കുറച്ച് പേര് പറയുന്നുണ്ട്. പിന്നെ ഈ ടീസറിൽ തന്നെ 2-3 സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒബ്സസ്ഡ് അല്ലെങ്കിൽ പൊസസ്ഡ് ആവുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ആവുന്ന പോലെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനി ജീൻ ഇവരുടെ മൈൻഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൈക്കിക് പവേഴ്സ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്ന പോലെയാണോ എന്ന് പറയുന്നുണ്ട്. ചുവന്ന മുടിയാണ്. സൈഡിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഫോട്ടോസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചുവന്ന മുടിയാണ്. ജീൻ ഗ്രേക്കും ചുവന്ന മുടിയാണ്. അപ്പോൾ ആയിരിക്കുമോ എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ഫ്രം ഫാൻ തിയറീസ് ഫ്രം ഫാൻസ്. ഓക്കെ, സേഡി സിംഗിൻ്റെ കാര്യം കാണിച്ചിട്ടില്ല. അപ്പോൾ ഗ്വെൻ സ്റ്റേസിയൊക്കെ ആണെങ്കിൽ ആൾക്കാർ അതാ പറയുന്നത്, ഗ്വെൻ സ്റ്റേസിയൊക്കെ ആണെങ്കിൽ അവർക്ക് കാണിച്ചുകൂടെ എന്തപ്പോൾ എന്തിനപ്പോൾ ഇത്ര ഒളിപ്പിക്കുന്ന കാര്യമില്ലല്ലോ. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും യൂണിവേഴ്സ് തമ്മിൽ കൊലൈഡ് ചെയ്യുന്ന എക്സ്മെൻ യൂണിവേഴ്സ് ആൻഡ് സ്പൈഡർമാൻ യൂണിവേഴ്സ് ഒക്കെ കൊലൈഡ് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ അല്ലേ ഇങ്ങനെ സീക്രട്ടാക്കി വെക്കണ്ടു എന്ന് പറയുന്നുണ്ട്. സീംസ് ലോജിക്കൽ അല്ലേ. അപ്പോൾ അത് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഹൾക്കിനെ കാണിക്കുന്നുണ്ട്. ഹൾക്കിൻ്റെ അടുത്ത് എന്തോ ഒരു സ്കാനിങ്ങിനോ എന്തോ ഒരു പരിപാടിക്കാണ് പോകുന്നത്. അത് കാണിക്കുന്നത് എന്തോ ഒരു കുഴപ്പം പറ്റുന്നുണ്ട്, അത് ഉള്ളതാണ്. അതായത് എന്തോ സ്പൈഡർമാൻ എന്തോ ഒരു കുഴപ്പം പറ്റുന്നുണ്ട്, ലൈക്ക് സംതിങ് ഈസ് റോങ്, അല്ലെങ്കിൽ എന്തോ ഒരു ഫിസിക്കലായിട്ടോ എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് മാൻ സ്പൈഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, കോമിക്കിലൊക്കെ ഉള്ളതാണ്. ഒരു ഷോട്ടിൽ ഇങ്ങനെ കണ്ണിങ്ങനെ കറുപ്പ് കളറായിട്ട് കാണിക്കുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മാൻ സ്പൈഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് സ്പൈഡർ വേറെ തന്നെ ഒരു സംഭവമാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ട്രെയിലർ തന്നെ സ്പൈഡർ ഹാസ് 3 സ്റ്റേജസ് ഓഫ് ലൈഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്നും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ മാൻ സ്പൈഡർ എന്നൊക്കെ പറഞ്ഞ് കോമിക്കിലൊക്കെ ഒരുമാതിരി കുറേ ഇങ്ങനെ വിയേർഡായിട്ടുള്ള സാധനങ്ങളാണ്. അതുപോലെയൊക്കെ ഉണ്ടാവുമോ എന്ന് സംശയമാണ്. ഫാൻ തിയറീസ് അല്ലേ, ആൾക്കാർക്ക് എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. മറ്റേ മെഫിസ്റ്റോ വരുന്നുണ്ട് പറഞ്ഞ പോലെ ആവോ ലാസ്റ്റ് ഇത് അറിയില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിലെ ആൾക്കാർ പറയുന്നത്. പിന്നെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ടെരാൻറ്റുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, പണിഷറുണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, പിന്നെ ദ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിമിനൽ ഓർഗനൈസേഷനെ കാണിക്കുന്നുണ്ട്. അവർ ഡെയർ ഡെവിളിലോ ഡിഫൻഡറിലോ ആ ഒരു സീരീസിൽ എന്തോ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കത് ഓർമ്മയില്ല. അവരുമായിട്ടുള്ളൊരു ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അവർ മാർഷൽ ആർട്സിലൊക്കെ ഭയങ്കര സീനായിട്ടുള്ള ആൾക്കാരാണ്. സോ അങ്ങനെയും കുറച്ച് സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ ടുഗദർ നോക്കുമ്പോൾ പാക്ഡാണ്. എനിക്ക് ഒരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് സ്പൈഡർമാൻ എങ്ങനെയാണ്, ഒരു സ്പൈഡർമാൻ, ഒരു വില്ലൻ, ഒരു കഥ. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ അവഞ്ചേഴ്സിലെ ഹൾക്ക് ഒരാൾ വേണം, പിന്നെ ഒരു 5-6 വില്ലന്മാർ വേറെ വേണം, പിന്നെ ഒരു ഫ്രണ്ട് വേണം, പിന്നെ ഒരു നായികൻ്റെ ഒരു ലവ് ആംഗിൾ വേണം. അങ്ങനെ ഫുള്ള് എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ വേണം. ഇപ്പോൾ ഒരു സമാധാനമുള്ള സ്പൈഡർമാൻ ഇല്ല, ഫുൾ പ്രശ്നങ്ങളും അങ്ങനത്തെ ആയിരിക്കും മിക്കവാറും. പിന്നെ ബൂമറാങ്ങിനെയും കാണിക്കുന്നുണ്ട്, അത് പറയാൻ പറ്റും. ഈ ബൂമറാങ് എന്നുള്ള ക്യാരക്ടറും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കോമിക്കിൽ സ്പൈഡർമാൻ്റെ ഫ്രണ്ടായിട്ട് റൂംമേറ്റായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്, വേറൊന്നിൽ വില്ലനെ പോലത്തെ വരുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഏത് ദിശയിലേക്കും പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബൂമറാങ്. പിന്നെ കുറേ കോമിക് ബുക്കിൻ്റെ കവേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കുറേ സീനുകൾ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ഹോമാച്ച് ടു ഒറിജിനൽ കോമിക്. അപ്പം അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആൾക്കാർ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ സെൻഡേനെ ഓർമ്മയില്ലല്ലോ. അപ്പോൾ സെൻഡേൻ്റെ ഒരു ബോയ് ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്. ആ ബോയ് ഫ്രണ്ട് പോൾ റോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നും പറയുന്നുണ്ട് കോമിക് ബുക്കിലേക്കുള്ള. അതായത് ഈ സെൻഡയും MJയും സ്പൈഡർമാൻ്റെ ഇടയിൽ നിൽക്കുന്ന എല്ലാവരും വെറുപ്പുണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഇവരുടെ റിലേഷൻഷിപ്പ് ആവാണ്ടിരിക്കാനുള്ള കാരണക്കാരൻ പോൾ റോബിനാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലോഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡൂംസ്ഡേന് മുന്നേ ഈ ഒരു സിനിമയാണ് മാർവലിൻ്റെ മെയിനായിട്ട് വരുന്നത്. സോ ജാം പാക്ഡ് എന്ന് പറയാം. എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ,
സമാധാനമുള്ളൊരു സ്പൈഡർമാൻ ഇനിയില്ല. പണ്ട് സ്പൈഡർമാൻ ഓർമ്മയില്ലോ, കൂടിപ്പോയി 2 വില്ലന്മാരുണ്ടാവും, ഇത്രേ ഉള്ളൂ. അത് കൈൻഡ് ഓഫ് ലൈക്ക് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ പിള്ളേരൊക്കെ പറയും അയ്യേ ഇതൊക്കെ എന്ത്, പിള്ളേരല്ല എല്ലാവരും പറയും എന്ത് ബോറിങ്, വട്ട് എ ബോറിങ് മൂവി, എന്തെന്ന് പറയും. കാരണം അവർ അങ്ങനെ ആ ഒരു ഇതിപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സിനിമ എടുക്കുമ്പോൾ ഇതിനേക്കാൾ കുറയ്ക്കാൻ പറ്റില്ല, ഇതിനേക്കാൾ കൂട്ടാനല്ലേ പറ്റുള്ളൂ. അതാണ് ഇപ്പം എല്ലാ സിനിമയും ഇങ്ങനെയാണ്. സോ നമ്മുടെ സൂപ്പർ ഹീറോ ഫെറ്റിക്കൊക്കെ മാറി ഒരു തകർപ്പൻ സിനിമ ആയിക്കോട്ടെ. കുറേ കാലമായി ഒരു മര്യാദയ്ക്ക്. ലാസ്റ്റ് കണ്ടത് ഏതാ? തണ്ടർ ബോൾട്ട്സാണ് തോന്നുന്നു. അല്ല, സൂപ്പർമാൻ കണ്ടു. സൂപ്പർമാൻ തണ്ടർ ബോൾട്ട് കഴിഞ്ഞിട്ടാണോ? എന്തോ സൂപ്പർമാൻ തണ്ടർ ബോൾട്ട്സൊക്കെയാണ് കുറച്ച് നൈസായിട്ടുള്ളൊരു സൂപ്പർ ഹീറോ മൂവി കണ്ടത്. അതിന് ശേഷം ആണ് നമ്മൾ സ്പൈഡർമാൻ കാണാൻ പോകുന്നത്. ജൂലൈ 31 വരട്ടെ പൊളിക്കാം നമുക്ക്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ സ്പൈഡർമാൻ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷൻ നോക്കാം. അപ്കമിങ് മൂവീസ് ആൻഡ് OTTയിൽ ഇറങ്ങുന്ന സിനിമകൾ, സീരീസുകൾ എല്ലാം നോക്കാം. അടുത്ത ആഴ്ച നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഐമാക്സിലോ അല്ലെങ്കിൽ എപ്പിക്കിലോ എവിടെയെങ്കിലും വലിയ സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ് പ്രൊജക്റ്റ് ഹെയിൽ മേരി എന്നുള്ള സിനിമ. ഈ കൊല്ലം ഒരു ഐമാക്സ് എന്തായാലും കാണണമെന്ന് ഉള്ള സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനും ഇങ്ങനെ ഐമാക്സിൽ കാണാൻ പറ്റിയ സിനിമകൾ നോക്കി വെക്കുമല്ലോ, അതെന്തായാലും ഐമാക്സിൽ കാണാമെന്നുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയാണിത്. ഹെവി റിവ്യൂസാണ്, എല്ലാവരും പോസിറ്റീവാണ്. അവിടെ ഓൾറെഡി ഇറങ്ങി, 20-ാം തീയതി അവിടെ ഓൾറെഡി ഇറങ്ങി. എല്ലാവരും പോസിറ്റീവാണ് പറയുന്നത്. പോയി കാണുക. 26-ാം തീയതിയാണ് നമ്മുടെ ദുരന്തറും ഇതും വരുന്നതുകൊണ്ട്, തിയേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ റിലീസേ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. റയൻ ഗോസ്ലിങ്ങിൻ്റെ മൂവിയാണ്, സ്പേസിലുള്ള സിനിമയാണ്, വേറെ തന്നെ സിനിമ എന്ന് എല്ലാവരും പറയുന്നത്. വിഷ്വൽ സീനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് റിവ്യൂസ് ഒന്നും വായിക്കാൻ പോകുന്നില്ല. വെയിറ്റിംഗ് ഫോർ 26th ഞാൻ പോകുന്നുണ്ട്. ഐമാക്സ് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഐമാക്സ് പോകാൻ പറ്റിയ പോകണമെന്നാണ് ഒരു ആഗ്രഹം. ഇല്ലെങ്കിൽ എപ്പിക്കിൽ തന്നെ പോയി കാണാം. പിന്നെ തുടങ്ങണം അങ്ങോട്ട് ദൃശ്യം 2 ഏപ്രിൽ 2-ാം തീയതി വരുന്നുണ്ട്. LIK നമ്മുടെ പ്രദീപിൻ്റെ സിനിമ ലവ് ഇൻഷുറൻസ് കമ്പനി വരുന്നുണ്ട് ഏപ്രിൽ 3-ാം തീയതി. ഏപ്രിൽ 2-ാം തീയതി മറ്റേ വാഴയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടല്ലോ, അതും വരുന്നുണ്ട്. റെഡി ഓർ നോട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഏപ്രിൽ 3-ാം തീയതി. അത് ഏപ്രിൽ 3-ാം തീയതി. പിന്നെ ദ മമ്മി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഒരു ഹൊറർ സാധനം വരുന്നുണ്ട്. A24 ആണെന്നാണ് എൻ്റെ ഒരു A24 അല്ലേ? A24 ആണെന്ന് തോന്നുന്നു. ഒരു ട്രെയിലറും ടീസറൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിയായൊരു പ്രോമിസിങ് സാധനമായിരുന്നു. ഏപ്രിൽ 17-ാം തീയതി ഒരു ഹൊറർ സാധനം വരുന്നുണ്ട്. ഏപ്രിൽ 23-ാം തീയതി മലയാളത്തിൻ്റെ മഹാനടന്മാർ അഭിനയിക്കുന്ന, പക്ഷേ ആർക്കും അറിയാത്ത, പ്രമോഷൻസ് ഒന്നും ഇല്ലാത്ത പേട്രിയറ്റ് ഇറങ്ങുന്നുണ്ട് 23-ാം തീയതി. ആരാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്? അവരുടെയൊക്കെ ഒന്ന് ആദ്യം പറഞ്ഞു വിടും, എന്നിട്ട് പുതിയ ആൾക്കാരെ ഹയർ ചെയ്യും. പിന്നെ കറുപ്പ് വരുന്നുണ്ട് മെയ് 14-ാം തീയതി. പിന്നെ അങ്ങനത്തെ കുറച്ച് സിനിമകൾ, ഇപ്പം മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗ് വരുന്നുണ്ട് മെയ് 22-ാം തീയതി. ഇതൊക്കെയാണ് സിനിമേൻ്റെ കാര്യങ്ങൾ. സീരീസ് ഓൾറെഡി 18-ാം തീയതി നമ്മുടെ മാർച്ച് 18-ാം തീയതി നമ്മുടെ ഇൻവിൻസിബിൾ സീസൺ 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8-ാം തീയതി ബോയ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പോൾ കാണാൻ പറ്റിയ റണ്ണിങ് ആയിട്ടുള്ള സീരീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലൻ നമ്മുടെ പിറ്റ് റണ്ണിങ് ആണ്. 15 എപ്പിസോഡ് എന്തോണ്ട്, 11 കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ റൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്റ്റീവ് കാരലിൻ്റെ ഒരു കോമഡി ഒരു സംഭവം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മൺഡേ ആണത്, വെള്ളിയാഴ്ച പിറ്റാണ്. അപ്പോൾ അത് 2 ഇപ്പോൾ റണ്ണിങ് ആണ്. കിടിലൻ സംഭവമാണ്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് എന്തെങ്കിലും കാണണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. സോ വി ആർ ഗോയിങ് ടു എ ജാം പാക്ഡ്, അല്ലെങ്കിൽ ഒരു ലോഡ് കാണാനുള്ള കോണ്ടൻറ്റാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. ഒരു പൊളി മാസമാണ് വരാൻ പോകുന്നത് ഏപ്രിൽ. അതേത് മാസം? ഏപ്രിൽ എന്ന് പറയില്ല, അതാണ് ഏപ്രിൽ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീക്സ് പോഡ്കാസ്റ്റ്. സി യു നെക്സ്റ്റ് വീക്ക്. ഓക്കെ.